അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹബ്ബുൻ നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്. അല്ലാഹു ഏറ്റവും സ്നേഹിക്കുന്നത്, അല്ലാഹുവിന്റെ ഇഷ്ടക്കാരൻ, അഹബ്ബുൻ നാസ്, ജനങ്ങളിൽ അല്ലാഹു നന്നായി സ്നേഹിക്കുന്നത്, ഏറ്റവും കൂടുതൽ അല്ലാഹു സ്നേഹിക്കുന്നത്, അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് നന്നായി തന്റെ ജീവിതത്തിന്റെ ആവശ്യങ്ങൾ വരെ മാറ്റിവെച്ച് ജനങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്നവരാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ആവശ്യങ്ങൾ മാറ്റിവെച്ച്, കുടുംബത്തിന്റെ ആവശ്യങ്ങൾ മാറ്റിവെച്ച്, പേഴ്സണൽ വ്യക്തിപരമായ ആവശ്യങ്ങൾ മാറ്റിവെച്ച് സമുദായത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി ഓടി നടന്ന് അവരുടെ ആവശ്യങ്ങൾ ചെയ്തു വീട്ടാൻ വേണ്ടി ഊണും ഉറക്കമില്ലാതെ അധ്വാനിക്കുന്നവരെയാണ് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അസ്സ വജൽ, അല്ലാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനം, അമലുകളിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന അമല് സുറൂറുൻ യുദ്ഖിലുഹു അലാ മുസ്ലിം, ഒരു മുസ്ലിമായ ഒരു സഹോദരന് സന്തോഷിപ്പിക്കാൻ കഴിയുമെങ്കിൽ അതാണ് നമ്മുടെ പ്രവർത്തനങ്ങളിൽ അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന അമൽ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ള അമൽ. നമ്മളുടെ ഒരുപാട് അമലുകൾ നമ്മൾ ചെയ്യാറുണ്ട്. നിസ്കാരം മുതൽ തഹജ്ജുദ്, ദുആകൾ, പ്രാർത്ഥനകൾ, ദിക്ർ, സ്വലാത്ത്, തസ്ബീഹ്, ഇങ്ങനെ പലവിധ അമലുകൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും അല്ലാഹു ഇഷ്ടപ്പെടുന്ന അമൽ ഏതാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. സുറൂറുൻ യുദ്ഖിലുഹു അലാ മുസ്ലിം, ഒരു മുസ്ലിമായ, ഒരു മുസ്ലിം സഹോദരന്, സഹോദരിമാർക്ക് സന്തോഷിപ്പിക്കുക എന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അള്ളാഹു ഇഷ്ടപ്പെടുന്ന അമൽ. ഔ യക്ഷിഫു അൻഹു കുർബ, ഒരു മുസ്ലിമിന്റെ പ്രയാസം തീർത്തു കൊടുക്കലാണ്. നമ്മൾ വിചാരിക്കും രാത്രി 3 മണിക്കും 2 മണിക്കും 4 മണിക്കൊക്കെ എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കലാണ് ഏറ്റവും വലിയ പ്രവർത്തനമെന്ന്, കൃത്യമായി ജമാഅത്തിന് പോകലാണ് ഏറ്റവും വലിയ സൽപ്രവർത്തനമെന്ന് നമ്മൾ വിചാരിക്കും. ശരി തന്നെയാണ്. പക്ഷേ ഒരുപക്ഷേ അതിനേക്കാളൊക്കെ മറികടക്കുന്ന മറ്റു ചില അമലുകൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പരിചയപ്പെടുത്തുകയാണ്. ഔ യക്ഷിഫു അൻഹു കുർബ, ഒരു മുഅ്മിനിന്റെ വിഷമം മാറ്റിക്കൊടുക്കലാണ് അള്ളാഹു അമലുകളിൽ, സൽപ്രവർത്തനങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അമൽ. മൻ നഫസ അൻ മുഅ്മിനിൻ കുർബതൻ മിൻ കുറബി ദുനിയ, ദുനിയാവിലെ ഏതെങ്കിലും ഒരു വിഷമം നമ്മൾ മാറ്റിക്കൊടുത്താൽ നഫസല്ലാഹു അൻഹു കുർബതൻ മിൻ കുറബി യൗമിൽ ഖിയാമ, അന്ത്യനാളിൽ എല്ലാവരും അൽ അംറു അശദ്ദു മിൻ ദാലിക്, ആയിഷ നീ വിചാരിച്ചതിനേക്കാളും വലിയ പ്രയാസമാണ് അവിടെ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ സന്ദർഭം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്കറിയാം. ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50000 സന, അവിടുത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് 50000 വർഷത്തിന്റെ ദൈർഘ്യമാണ്. ഇവിടെ നമ്മൾ ഏകദേശം നമ്മുടെ ഇംഗ്ലീഷ് കലണ്ടർ വെച്ച് നോക്കുമ്പോൾ 2018 ആയിട്ടുള്ളൂ, 17 ആയിട്ടുള്ളൂ, അറബി 1400 ആയിട്ടുള്ളൂ. പക്ഷേ അവിടുത്തെ ഒരു ദിവസം ഇവിടുത്തെ 50000 വർഷത്തിന്റെ ദൈർഘ്യമാണ്. ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50000 സന. അങ്ങനെ ഒരു ലോകത്തേക്ക് നമ്മൾക്ക് പോവാനുണ്ട്, അങ്ങനെ ഒരു ലോകത്തേക്ക് നമ്മൾ സാക്ഷിയാവാനുണ്ട്. അപ്പോഴാണല്ലോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ജനങ്ങൾ നാളെ മഹ്ശറയിലേക്ക് കൊണ്ടുവരപ്പെടുന്നത് ഹുഫാതൻ ഉറാതൻ, കാലിൽ ചെരുപ്പില്ലാതെ, വസ്ത്രമില്ലാതെ, വിവസ്ത്രരായി, നഗ്നരായിട്ടാണ് നാളെ മഹ്ശറയിലേക്ക് കൊണ്ടുവരിക എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞപ്പോ ആയിഷ ബീവി ചോദിച്ചു, യൻദുറു ബഅലുഹും ഇലാ ബഅൽ, ആണുങ്ങൾ പെണ്ണുങ്ങളെ കുപ്പായമിടാതെ വിവസ്ത്രരായി നിൽക്കുമ്പോൾ ആണുങ്ങൾ പെണ്ണുങ്ങളെ, പെണ്ണുങ്ങൾ ആണുങ്ങളുടെ ഔറത്തിലേക്ക് നോക്കൂലേ എന്ന് ചോദിച്ചപ്പോ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആയിഷ കാര്യം നീ വിചാരിച്ചതുപോലെയല്ല, നീ വിചാരിച്ചതുപോലെയല്ല. ആ സമയത്ത് ആളുകൾക്ക് പരസ്പരം ഔറത്ത് നോക്കാനുള്ള ചിന്ത പോലും വരൂല. അൽ അംറു അശദ്ദു മിൻ ദാലിക്, അതിനേക്കാളും വലിയ ഗൗരവമാണ്.
അവിടെയാണ് മഹാന്മാരായ പ്രവാചകന്മാരുടെ സമീപത്തേക്ക് ഓടുന്നത്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസ്വാഹിബതിഹി വബനീഹി. ഉമ്മയിൽ നിന്നും ഉപ്പയിൽ നിന്നും ആളുകൾ ഓടുന്ന ദിവസമാണത്. ഭാര്യമാരിൽ നിന്നും ഭർത്താക്കന്മാരിൽ നിന്നും ജ്യേഷ്ഠന്മാരിൽ നിന്നും സഹോദരിമാരിൽ നിന്നും ഓടുന്ന ദിവസമാണത്. പ്രവാചകന്മാരെ സമീപിക്കുന്ന ദിവസമാണത്. ഉരുച്ചാൻ മുകളിലുള്ള സൂര്യന്റെ ചൂടേറ്റ് വിയർത്തു കുളിക്കുന്ന വല്ലാത്ത ഗൗരവമുള്ള സമയമാണത്. ലാ തസൂലു ഖദമ ഇബ്ന ആദം, ഒരു ആദമിന്റെ പുത്രൻ മനുഷ്യന്മാരുടെ കാൽപാദങ്ങൾ അനക്കാൻ പറ്റൂല എന്ന് അല്ലാഹു പറഞ്ഞ സന്ദർഭമാണത്. അവന്റെ ആയുസ്സിനെ കുറിച്ച്, അവന്റെ യുവത്വത്തെ കുറിച്ച്, അവന്റെ ഇൽമിനെ കുറിച്ച്, അവന്റെ അമലിനെ കുറിച്ച്, അവന്റെ സമ്പാദ്യങ്ങളെ കുറിച്ച് അല്ലാഹുവിനോട് വ്യക്തമായ മറുപടി പറയാതെ, വ്യക്തമായ മറുപടി അല്ലാഹുവിനോട് പറയാതെ ഒരാളുടെ കാൽപാദങ്ങൾ അനക്കാൻ പറ്റൂല എന്ന് അല്ലാഹു പഠിപ്പിച്ച സ്ഥലമാണത്. അല്ലാഹു പഠിപ്പിച്ച സ്ഥലമാണത്. അവിടെ അല്ലാഹുവിനല്ലാതെ മറ്റൊരാൾക്ക് അധികാരമില്ല. അല്ലാഹുവിന്റെ കയ്യിലാണ് നിയന്ത്രണങ്ങൾ. അല്ലാഹു ചോദിക്കുന്നുണ്ട്, എവിടെ ഭൂമിയിലുള്ള അധികാരികളൊക്കെ? എവിടെ ഭൂമിയിലുള്ള രാജാക്കന്മാരെവിടെ? ഭൂമി ഭരിച്ചിരുന്നവർ? ഇന്ന് എന്റെ കയ്യിലാണ് അധികാരമുള്ളത്, എന്നെ ചോദ്യം ചെയ്യാൻ ആരാണുള്ളത് എന്ന് അല്ലാഹു നാളെ മഹ്ശറയിൽ വെച്ച് പറയുമെന്ന് ഹദീസുകളിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള വളരെ പേടിപ്പെടുത്തുന്ന ഭയാനകമായ മഹ്ശറ ലോകത്ത് ഒരു പേടിയുമില്ലാതെ അർശിന്റെ തണല് ലഭിക്കാൻ, ഒരു പേടിയുമില്ലാതെ സ്വർഗത്തിലെത്താൻ, ഹിസാബില്ലാതെ വിചാരണയില്ലാതെ വളരെ എളുപ്പത്തിൽ സ്വർഗത്തിലെത്താൻ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു തന്ന വഴിയാണ് ഒരു മുഅ്മിനിന്റെ, ഒരു സത്യവിശ്വാസിയുടെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുത്താൽ അന്ത്യനാളിൽ അവന്റെ പ്രയാസങ്ങളെ അല്ലാഹു മാറ്റിത്തരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇവിടെ നമ്മുടെ പ്രയാസങ്ങൾ മാറ്റാൻ ജനങ്ങളുണ്ട്, ഉമ്മമാരുണ്ട്, നാട്ടുകാരുണ്ട്, സഹോദരങ്ങളുണ്ട്, ചങ്ങാതിമാരുണ്ട്. പക്ഷെ അവിടെ നമ്മുടെ പ്രയാസങ്ങൾ മാറ്റാൻ ഉമ്മമാർക്ക് കഴിയില്ല, ഉപ്പമാർക്ക് കഴിയില്ല. അവർ നമ്മളിൽ നിന്ന് ഓടുന്ന ദിവസമാണിത്. പക്ഷെ അവിടെ രക്ഷപ്പെടുത്തുന്നത് ഒരേ ഒരാളാണ്, അതാണ് അല്ലാഹുവിന്റെ ഹബീബ്. അൻത അം അബൂ മാ റഅയ്നാ ഫീഹിമാ مثل حسنك قط يا سيدي خير النبي. നബിയേ, അങ്ങ് എനിക്കെന്റെ ഉമ്മയെക്കാളും ഉപ്പയെക്കാളും വലുതാണ് എന്ന് കവി പറയാനുള്ള കാരണം വെറുതെയല്ല, ഹദീസിലുള്ളത് വെറുതെയല്ല. ഉമ്മയെക്കാളും ഉപ്പയെക്കാളും നമ്മെ സ്നേഹിച്ചത് പരിശുദ്ധ ഹബീബാണ്. ഒരു പക്ഷേ നമ്മുടെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ദുനിയാവിൽ മാത്രമേ നമ്മെ സഹായിക്കാൻ പറ്റുകയുള്ളൂ. ആഖിറത്തിലെത്തിയാൽ ഉമ്മയിൽ നിന്നും ഉപ്പയിൽ നിന്നും ഓടുന്ന ദിവസമാണത്. ഉമ്മയ്ക്ക് മക്കളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല, മക്കൾക്ക് ഉമ്മയെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. അവിടെ നമ്മെ രക്ഷപ്പെടുത്താൻ, നമ്മെ സഹായിക്കാൻ കടന്നു വരുന്നത് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഉമ്മയെക്കാളും നമ്മുടെ ഉപ്പമാരെക്കാളും അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കാനുള്ള കാരണം. നമ്മൾക്ക് നമ്മളോട് ഉമ്മമാര് ചെയ്യുന്ന സ്നേഹത്തെക്കാളും ഉപ്പമാര് നൽകുന്ന സ്നേഹത്തെക്കാളും നമ്മെ അല്ലാഹുവിന്റെ ഹബീബ് സ്നേഹിക്കുന്നുണ്ട്. ആ ഹബീബാണ് പഠിപ്പിക്കുന്നത്, മഹ്ശറ ലോകത്ത് വളരെ എളുപ്പത്തിൽ രക്ഷപ്പെടാൻ നിങ്ങൾക്കുള്ള വഴി നിങ്ങൾ എന്തു ചെയ്യണം? ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങൾ നിങ്ങൾ തീർത്തു കൊടുക്കേണ്ടതുണ്ട്. സാമ്പത്തികമായി ശക്തിയില്ലാത്തവർ, സാമ്പത്തികമായി കഴിവില്ലാത്തവർ, കല്യാണം കഴിച്ചു കൊടുക്കാൻ കഴിയാത്ത മാതാപിതാക്കൾ, ഇങ്ങനെ ബാക്കി നിൽക്കുന്ന പെൺകുട്ടികൾ, അതേപോലെയുള്ള ഏതെങ്കിലും കാരുണ്യ പ്രവർത്തനങ്ങൾ ദുനിയാവിൽ അവരെ തേടി പിടിച്ചുകൊണ്ട് അവരാരൊക്കെയാണ്, അവരെവിടെയൊക്കെയാണുള്ളത്, അവരെയെല്ലാം കൊണ്ടുവന്ന് അവർക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുമ്പോ അവർക്ക് മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ആനന്ദം, അവരുടെ മാതാപിതാക്കളുടെ മനസ്സിലുണ്ടാകുന്ന ആനന്ദം, അവരുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന ആനന്ദം, അതാണ് അല്ലാഹുവിന് നിങ്ങളുടെ തഹജ്ജുദ് നിസ്കാരത്തെക്കാളും ഇഷ്ടം.
അതാണ് അല്ലാഹുവിന് നിങ്ങളുടെ തഹജ്ജുദ് നിസ്കാരത്തെക്കാളും ഇഷ്ടം. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ സഖാ കൽബൻ, ഒരു നായയ്ക്ക് വെള്ളം കുടിച്ചാൽ സ്വർഗ്ഗത്തിലാണെന്ന്. എന്നാൽ മൻ സഖാ ഖൽബൻ, ഒരു ഹൃദയമുള്ള ഒരാൾക്ക് വെള്ളം കുടിച്ചാൽ അയാൾക്ക് സ്വർഗ്ഗം ലഭിക്കൂല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മൻ സഖാ കൽബൻ ബിൽ കാഫി, കാഫ് കൊണ്ട് ഖൽബ്, നായയ്ക്ക് വെള്ളം കൊടുത്തവൻ സ്വർഗ്ഗത്തിലെത്തിയാൽ ഖൽബുള്ള ഹൃദയമുള്ള ഒരാൾക്ക് വെള്ളം കൊടുത്താൽ അഥവാ അയാളെ സഹായിച്ചാൽ അവർ സ്വർഗ്ഗത്തിലെത്തൂല എന്ന് തോന്നുന്നുണ്ടോ? നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇൻഷാ അല്ലാഹ് നാളെ പ്രതീക്ഷയോടെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാനുള്ള പ്രവർത്തനങ്ങളാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. പക്ഷെ ഇഖ്ലാസ് വേണം അവിടെ, ഇഖ്ലാസ് വേണം അവിടെ. മഹാന്മാരായ സ്വഹാബാക്കളെ കുറിച്ച് ആയത്തിറങ്ങി, വല്ലദീന യുതൂന മാ ആതൗ വഖുലൂബുഹും വജില, സദഖ നൽകുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്, കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ വഖുലൂബുഹും വജില, അവരുടെ ഹൃദയങ്ങൾ പേടിച്ച് കിടുകിടാ വിറക്കുകയാണ്. വല്ലദീന യുതൂന മാ ആതൗ, സഹായിക്കുമ്പോൾ ഹൃദയം പേടിച്ച് വിറക്കുന്നത് ആരുടേത്? ഇവിടെ ശ്രദ്ധിക്കണം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ. നമ്മൾ സ്വർണ്ണ വളകൾ ഊരി നൽകാറുണ്ട്, സ്വർണ്ണ ആഭരണങ്ങൾ നൽകാറുണ്ട്, 10,000ങ്ങളും ലക്ഷങ്ങളും നമ്മൾ നൽകാറുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഹൃദയം വിറക്കാറുണ്ടോ? നമ്മൾ പേടിക്കാറുണ്ടോ? അല്ലാഹു തആല ഈ ഒരു ആയത്തിറക്കിയപ്പോഴാണ് മഹദിയായ ആയിഷ ബീവി ചോദിച്ചത്, ആരാണ് നബിയെ ഇത്? കള്ളുകുടിയന്മാരെ കുറിച്ചാണോ പറഞ്ഞത്? വ്യഭിചാരികളെ കുറിച്ചാണോ പറഞ്ഞത്? ഒരുപാട് വ്യഭിചരിച്ച് ഒരുപാട് കള്ളു കുടിച്ച് എന്നിട്ട് അതിൽ നിന്ന് മുക്തരാവാൻ വേണ്ടി സ്വതക്ക നൽകുന്ന ഇവരാണോ പേടിച്ചിട്ട് സ്വതക്ക നൽകുന്നത്? ഒരുപാട് കാലം പലിശ തിന്ന് എന്നിട്ട് നന്നാവാൻ വിചാരിക്കുമ്പോൾ ഒരുപാട് സ്വതക നൽകി അതിൽ നിന്ന് രക്ഷപ്പെടാൻ പേടിച്ച് വിറക്കുന്നവരെ കുറിച്ചാണോ ഇവിടെ പറഞ്ഞത്? വല്ലദീന യുതൂന മാ ആതൗ വഖുലൂബുഹും വജില, സ്വതക നൽകുമ്പോൾ ഹൃദയം വിറക്കുന്നു എന്ന് പറഞ്ഞത് ആരെ കുറിച്ചാണ് നബിയെ എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചപ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ആയിഷ, അവര് വ്യഭിചാരികളല്ല, അവര് കള്ളുകുടിയന്മാരല്ല, അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുന്നവരാണ്. പക്ഷേ അവർ വിറക്കാൻ കാരണം യഖാഫൂന അല്ലാ യതഖബ്ബല മിൻഹും, അല്ലാഹുവേ ഞാൻ നൽകിയത് നീ സ്വീകരിച്ചുവോ? എന്റെ നിയ്യത്ത് മാറിപ്പോയോ? അല്ലാഹുവേ ഞാൻ നൽകിയ ഈ സദഖ നീ സ്വീകരിച്ചോ? എനിക്ക് ആഖിറത്തിൽ ഉപകരിക്കുമോ എന്ന പേടിയാണ് അവർക്കുള്ളത്. അതേപോലെ നമ്മുടെ പ്രവർത്തനങ്ങൾ ഇഖ്ലാസോടെ നിഷ്കളങ്കമായി നൽകുകയാണെങ്കിൽ നാളെ ആഖിറത്തിൽ രക്ഷപ്പെടുമെന്ന് ഉറപ്പ് തന്നെയാണ്. അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ, അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. മഹാനായ മുഹയ്യദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ അല്ലാഹുവിലേക്ക് അടുത്തത് ഒരുപാട് നിസ്കാരമോ തഹജ്ജുദ് നിസ്കാരമോ കൊണ്ടല്ല. മാ വസൽതു ഇലല്ലാഹി തആല, ഞാൻ അല്ലാഹുവിലേക്ക് അടുത്തത് ബിഖിയാമി ലൈലിൻ, രാത്രി മുഴുവനും നിസ്കരിച്ചത് കൊണ്ടല്ല. വലാ സിയാമി നഹാരിൻ, പകൽ മുഴുവനും നോമ്പെടുത്തത് കൊണ്ടല്ല. വലാകിൻ വസൽതു ഇലല്ലാഹ്, ഞാൻ അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള കാരണം ബിൽ കറമി, എന്റെ ഔദാര്യം കൊണ്ടാണ്. വത്തവാളു, എന്റെ വിനയം കൊണ്ടാണ്. എന്റെ സംശുദ്ധമായ മനസ്സുകൊണ്ടാണ്, എന്റെ സംശുദ്ധമായ മനസ്സുകൊണ്ടാണ്. നമ്മൾ വിചാരിക്കരുത് ഒരുപാട് നിസ്കാരങ്ങൾ നാളെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കുമെന്ന് മനസ്സ് ശുദ്ധിയില്ലാതെ. ശ്രദ്ധിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. നാളെ ആഖിറത്തിലെത്തുമ്പോ നമ്മുടെ സമ്പാദ്യങ്ങളോ നമ്മുടെ സന്താനങ്ങളോ നമ്മൾക്ക് ഉപകരിക്കൂല എന്ന് നമ്മൾക്കറിയാം. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, നാളെ പാരത്രിക ലോകത്ത് സന്താനങ്ങളെ കൊണ്ട് സമ്പാദ്യങ്ങളെ കൊണ്ട് ഉപകരിക്കാത്ത ഒരു കാലമാണിത്. അവിടെ രക്ഷപ്പെടുന്നത് ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം, സംശുദ്ധമായ മനസ്സുമായി, നല്ല ഇഖ്ലാസുള്ള മനസ്സുമായി, പാരയില്ലാത്ത പകയില്ലാത്ത വിദ്വേഷങ്ങളില്ലാത്ത ആളുകളെ സഹായിക്കണമെന്ന മനസ്സുള്ള, ഒരാളും പ്രയാസപ്പെടാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന, ഒരാളും വേദനിക്കാൻ പാടില്ല, എല്ലാവരുടെയും കണ്ണീരൊപ്പണമെന്ന് ആഗ്രഹിക്കുന്ന മനസ്സ് ആർക്കാണോ ഉള്ളത് അവരാണ് നാളെ ആഖിറത്തിൽ വിജയിക്കുക എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 5 കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. വളരെ ശ്രദ്ധയോടെ കേൾക്കണം. അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, മൻ യഖുദു അന്നി ഹാദിഹിൽ കലിമാത്ത്, ഞാൻ നിങ്ങൾക്ക് 5 കാര്യങ്ങൾ പഠിപ്പിക്കാൻ പോവുകയാണ്. 5 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോവുകയാണ്. ആരാണത് പഠിക്കാൻ തയ്യാറാവുന്നത്? ഫയഅമലു ബിഹിന്ന, ജീവിതത്തിൽ പകർത്താൻ തയ്യാറാവുന്നതാരാണ്? ഔ യുഅല്ലിമു മൻ യഅമലു ബിഹിന്ന, അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പഠിപ്പിക്കാൻ തയ്യാറാവുന്ന ആളുകൾ ആരാണ്? ഇതുപോലെ ഒരുമിച്ച് കൂടിയ ഒരു സദസ്സിൽ അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് 5 കാര്യം പഠിപ്പിച്ചു തരട്ടെ. ഒരുപാട് ആളുകൾ കൂടിയ സദസ്സാണ്, പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട്. ഡിമാൻഡ് എന്താ? ഞാൻ പറഞ്ഞത് പഠിക്കണം, പഠിച്ച് ജീവിതത്തിൽ പകർത്തണം. പകർത്തിയാൽ മാത്രം പോരാ, നിങ്ങൾക്ക് കാണുന്ന ആളുകളോടൊക്കെ ഇത് പറഞ്ഞു കൊടുക്കാൻ വേണം. അതിന് തയ്യാറുള്ള ആരാളവിടെ? നമ്മളാരും കേൾക്കുന്നില്ല. ആരാ ഉള്ളത് എന്ന് നബി തങ്ങൾ ചോദിച്ചു സ്വഹാബാക്കളോട്. അനയാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, നിങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിക്കാൻ ഞാൻ തയ്യാറാണ്, ജീവിതത്തിൽ പകർത്താനും തയ്യാറാണ്, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനും തയ്യാറാണ് നബിയെ ഞാൻ. അത് പറഞ്ഞത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് പറഞ്ഞത്, ഞാൻ ഏറ്റെടുത്തോളാം, നിങ്ങൾ പറയൂ നബിയെ. ഒരു വാല് പറഞ്ഞാൽ അതിൽ നിന്ന് മാറ്റമുണ്ടാവേണ്ടേ? ഇല്ലെങ്കിൽ ആ വാല് കൊണ്ട് എന്ത് ഉപകാരമാണ് സമുദായത്തിനുണ്ടാവുക? പറയുന്ന ആൾക്കും മാറ്റം വേണം, കേൾക്കുന്നവനും മാറ്റം വേണം. ഒരു പ്രഭാഷണം കൊണ്ട് പറയുന്നവനോ കേൾക്കുന്നവനോ ഒരു മാറ്റമില്ലെങ്കിൽ പിന്നെ നമ്മൾ ചെലവഴിച്ച ലക്ഷങ്ങൾക്ക് എന്തു സമാധാനമാണ് പറയാൻ പറ്റുക? വാലിന് എവിടെ പോയാലും എന്താണ് വാല്, എങ്ങനെയാണ് വാല്, അതല്ല ആലോചിക്കേണ്ടത്. അതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പഠിച്ച് ജീവിതത്തിൽ ചെറിയ ഒരു മാറ്റമെങ്കിലും എനിക്ക് വരുത്തണമെന്ന ചിന്തയോടെയാണ് വാലിലേക്ക് വരേണ്ടത്. അങ്ങനെയാണോ നമ്മൾ വാലിന് വരുന്നുള്ളത്? അങ്ങനെയാണോ നമ്മൾ വാലിന് വരുന്നത്? ആലോചിക്കേണ്ട ഒരു വിഷയമാണിത്. വാലിന് വരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്, ഈ വാലിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും പഠിച്ച് എന്റെ ജീവിതത്തിൽ പകർത്തണമെന്നാണ്. എല്ലാം പകർത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ വാലും കേട്ട് ജീവിതം പൂർണ്ണമായൊരു പരിവർത്തനം അതുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ പതിയെ പതിയെ ഓരോ മാറ്റങ്ങൾ നമ്മളിൽ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം. എങ്കിലേ ഈ വാല് കൊണ്ട് ഉപകാരമുണ്ടാവുകയുള്ളൂ. അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുകയാണ്, അങ്ങനെ ഒരു ഉപകാരത്തിന് വേണ്ടി ഞാൻ പറഞ്ഞാൽ ഇത് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടോ? ചെയ്താൽ മാത്രം പോരാ, മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം. അപ്പോഴാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അനയാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, മുത്തുനബിയെ, ഞാൻ ഏറ്റെടുക്കാം നബിയെ. അത് ഫഅഖദ ബിയദി, നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ശൈലി എന്തോ ഒരു മനോഹരമാണ്. എങ്ങനെയാണ് നബി തങ്ങൾ വാല് പറഞ്ഞു കൊടുത്തിരുന്നത്? ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക്, കൽബിൽ നിന്ന് കൽബിലേക്ക്, ശരീരം ഒന്ന് ഷോൾഡറിലേക്ക് എത്തിപ്പിടിച്ച് തന്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ച് പല രീതിയിൽ പല ആളുകളോട് പല സ്റ്റൈലിലാണ് അല്ലാഹുവിന്റെ ഹബീബ് വാല് പറഞ്ഞത്. വല്ലാഹി ഇന്നി ഉഹിബ്ബുക യാ മുആദ്, മുആദേ, എനിക്ക് നിന്നോട് വല്ലാത്ത സ്നേഹമാണ് മുആദേ. ഒരു വാൽ അങ്ങനെയായിരുന്നു. വല്ലാഹി ഇന്നി ലഉഹിബ്ബുക യാ മുആദ്, മുആദേ, എനിക്ക് നിന്നെ വല്ലാതെ ഇഷ്ടമാണ് മുആദേ. അതുകൊണ്ട് ഫലാ തദഅന്ന ഫീ ദുബരി കുല്ലി സ്വലാത്തിൻ, ഒരു നിസ്കാരത്തിന്റെ ശേഷവും നീ ഒഴിവാക്കാൻ പാടില്ല. നീ എല്ലാ നിസ്കാര ശേഷവും ഈ ദിക്ർ ചൊല്ലണം. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക വതൗഫീഖി തഅതിക എന്നുള്ള ദിക്ർ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും പറയണമെന്ന് മഹാനായ മുആദ് തങ്ങളോട് പറയുന്നുണ്ട്. ഇങ്ങനെ വാല് പറഞ്ഞു പോയതല്ല, നമ്മളെല്ലാവരും നിസ്കാരത്തിന് ശേഷം ഇത് ചെല്ലണമെന്ന് പറഞ്ഞതല്ല. മുആദിനെ വിളിച്ചിട്ട് മുആദിന്റെ മുഖം നോക്കി, എന്നിട്ട് മുആദേ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഞാൻ നിങ്ങളൊരാളെ വിളിച്ച് എനിക്ക് നിന്നോട് വല്ലാതെ ഇഷ്ടമാണ്, അത് പറയുമ്പോൾ തന്നെ ഇനി ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കാൻ അയാൾ തയ്യാറായി. യാ മുആദ് ഇന്നി ലഉഹിബ്ബുക, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. മക്കളെ വിളിച്ചിട്ട് പൊന്നുമോനെ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്.
പൊന്നുമോനത് ചെയ്യണേ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഈ ഒരു രീതിയിലാണ് നമ്മുടെ സംസാരം, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നതെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പ് തന്നെയാണ്. മുആദ് തങ്ങൾ പറയാണ്, പിന്നെ ഞാനത് മറന്നിട്ടില്ല. എനിക്ക് നിന്നെ ഇഷ്ടമാണ് കേട്ടോ മുആദ്, എനിക്ക് നിന്നോട് സ്നേഹമാണ്. നീ എന്ത് ചെയ്യണം? ഒരു നിസ്കാരത്തിന്റെ ശേഷവും എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക, അല്ലാഹുവേ നിനക്ക് ദിക്ർ ചൊല്ലാൻ നിന്നെ സഹായിക്കണേ അല്ലാഹ്. ഇതെല്ലാവരും ചൊല്ലാറില്ലേ? എല്ലാവർക്കും അറിയില്ല ഇത്? ഒന്ന് ഉറക്കെ ചൊല്ലി ഒരു 3 തവണ. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക, അല്ലാഹുവേ അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക, അല്ലാഹുവേ നിന്നെ സ്മരിക്കാൻ, നിനക്ക് ദിക്ർ ചൊല്ലാൻ നീ എന്നെ സഹായിക്കണേ അല്ലാഹ്. വശുക്രിക നിനക്ക് നന്ദി ചെയ്യാൻ നീ എന്നെ സഹായിക്കണേ അല്ലാഹ്. വഹുസ്നി ഇബാദതിക വളരെ നല്ല രീതിയിൽ നിന്നെ ആരാധിക്കാൻ നീ എനിക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. മഹാനായ മുആദ് തങ്ങളോട് പഠിപ്പിച്ചത് ഇതാണ്. പക്ഷേ പഠിപ്പിക്കുന്നതിന് മുമ്പ് സ്വീകരിക്കാനുള്ളൊരു മാനദണ്ഡം അല്ലാഹുവിന്റെ ഹബീബ് ഉപയോഗിക്കുന്നുണ്ട് അവിടെ. വല്ലാഹി ഇന്നി ലഉഹിബ്ബുക യാ മുആദ്, മുആദേ എനിക്ക് നിന്നെ ഇഷ്ടമാണ് മുആദേ, എനിക്ക് നിന്നോട് സ്നേഹമാണ്. അതേപോലെ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിക്കുകയാണ് അല്ലാഹുവിന്റെ ഹബീബ്. കൈ പിടിക്കുകയാണ്. സ്നേഹത്തിന്റെ ഭാഗമാണത്, സ്നേഹത്തിന്റെ ഭാഗമാണത്. ദൂരെ നിന്ന് പറയുന്നതിന് പകരം അടുത്തേക്ക് വിളിച്ചു, കൈ പിടിച്ചു, എന്നിട്ട് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ഫഅദ്ദ ഖംസൻ, 5 എണ്ണമാണ് അല്ലാഹുവിന്റെ ഹബീബ് എണ്ണി കൊടുത്തത്. 1 ഇത്തഖിൽ മഹാരിം, ഇത്തഖിൽ മഹാരിം തകുൻ അബദൻ നാസ്. 5 കാര്യങ്ങളാണ് അല്ലാഹു തആല അല്ലാഹുവിന്റെ ഹബീബ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. നമ്മളും പഠിക്കണം, ജീവിതത്തിൽ പകർത്തണം, അറിയുന്നവരോടൊക്കെ ഇത് പറഞ്ഞു കൊടുക്കണം. എന്നാൽ ഒരു പൂർണ്ണമായ മനുഷ്യനായി മുഅ്മിനായി മാറാൻ പറ്റും. ഇത്തഖിൽ മഹാരിം, ഹറാമുകൾ ജീവിതത്തിൽ വരാതെ സൂക്ഷിക്കണം, ഹറാമുകൾ ജീവിതത്തിൽ വരാതെ സൂക്ഷിക്കണം. തകുൻ അബദന്നാസ്, തകുൻ അബദന്നാസ്, ജനങ്ങളിൽ അല്ലാഹുവിനെ ആരാധിക്കുന്നവരിൽ ഏറ്റവും നല്ല ആൾ നീ ആയി മാറുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മളൊക്കെ അല്ലാഹുവിനെ ആരാധിക്കുന്നവരാണ്, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാണ്. ഈ അല്ലാഹുവിനെ ആരാധിക്കുന്ന അടിമകളിൽ ഏറ്റവും നന്നായി ആരാധിക്കുന്നവരിൽ അല്ലാഹുവിന്റെ ഇഷ്ടക്കാരിൽ ഉൾപ്പെടാൻ നീ നന്മ മാത്രം ചെയ്താൽ പോരാ, നന്മ മാത്രം, നിസ്കാരം മാത്രം നിർവഹിച്ചാൽ പോരാ, ഫറളുകളും വാജിബാത്തുകളും മാത്രം നിർവഹിച്ചാൽ പോരാ. ഇത്തഖിൽ മഹാരിം, ഹറാമുകൾ ജീവിതത്തിലേക്ക് വരാതെ സൂക്ഷിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബിന്റെ ജന്മദിനം ആഘോഷിക്കുന്ന ഒരു മാസത്തിലാണിത്. ഒരു സ്വലാത്ത് ചൊല്ലുമ്പോ ഒരു മലക്കിനെ അല്ലാഹു നിയോഗിക്കുന്നുണ്ട്. എന്തിനെ? ഖിയാമത്ത് നാൾ വരെ നമ്മൾക്ക് ദുആ ചെയ്യാൻ ഉറക്കെ സ്വലാത്ത് ചൊല്ലുന്ന ഊർജ്ജസ്വലരായ സദസ്സായി മാറണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നല്ല ഉറക്കെ സ്വലാത്ത് ചൊല്ലുന്ന, നല്ല അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന, തീരുന്നത് വരെ ഊർജ്ജസ്വലരായ സദസ്സായി മാറണം. സദസ്സ് കാണുമ്പോൾ തന്നെ ഒരു ഈമാൻ മുറ്റി നിൽക്കുന്ന ഒരു സദസ്സാണ്. അത് സംഘാടകരുടെ ഇഖ്ലാസിന്റെ ഭാഗമാണ്, സംഘാടകരുടെ ആത്മാർത്ഥതയുടെ ഭാഗമാണത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ലഅലമന്ന അഖ്വാമൻ മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ എനിക്കറിയാം. എന്റെ സമുദായത്തിൽപ്പെട്ട, ശ്രദ്ധിക്കണം, എന്റെ സമുദായത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ എനിക്കറിയാം. യഅ്തൂന യൗമൽ ഖിയാമ, നാളെ ആഖിറത്തിലേക്ക് അവർ കടന്നു വരുന്നത്, നാളെ ആഖിറത്തിലേക്ക്, പാരത്രിക ലോകത്തേക്ക് അവർ കടന്നു വരുന്നത് വലിയ പർവ്വതം കണക്കെ നന്മകളുമായിട്ടാണ്. നിസ്കാരങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. 3 മണിക്ക് 4 മണിക്ക് എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കാറുണ്ട്, രാത്രി ഖിയാമുൽ ലൈലുണ്ട്, ഖുർആൻ ഓതാറുണ്ട്, നോമ്പ് നോക്കാറുണ്ട്, സദഖകൾ ചെയ്യാറുണ്ട്, എല്ലാ നന്മകളുമുണ്ട്. നന്മ ചെയ്ത് പർവ്വതം കണക്കെ നന്മയുടെ കൂമ്പാരവുമായിട്ട് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് വരികയാണ്. വളരെ പ്രതീക്ഷയോടെയാണ് അവർ ആഖിറത്തിലേക്ക് വരുന്നത്, സ്വർഗ്ഗം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ.
പക്ഷേ യജഅലുഹുല്ലാഹു ഹബാഅൻ മൻതൂറാ, നമ്മൾ ചെയ്ത നന്മകളെ, ആ നന്മയുടെ കുമ്പാരങ്ങളെ ധൂളികൾ പോലെ തവിട് പൊടിയാക്കി പടച്ചവൻ വലിച്ചെറിയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. എത്ര വലിയ നന്മ ചെയ്താലും, നന്മയുടെ കൂമ്പാരം കണക്ക് വിശ്രമമില്ലാതെ നന്മകൾ ചെയ്താലും ആ നന്മകളെ ധൂളികളാക്കി പൊടിപടലങ്ങളാക്കി അല്ലാഹു വലിച്ചെറിയും, തിരിഞ്ഞു നോക്കൂല. അപ്പോഴാണ് മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചത്, ജല്ലിഹിം ലനാ വസിഫ്ഹും ലനാ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബേ, ആരുടെ അമലാണ് അല്ലാഹു വലിച്ചെറിയുന്നത്? ദുനിയാവിൽ വിശ്രമമില്ലാതെ, അക്ഷീണ പ്രയത്നം, ഒരുപാട് ഉറക്കില്ലാതെ, ഊണില്ലാതെ നിനക്ക് വേണ്ടി ആരാധിച്ച് കഷ്ടപ്പെട്ടിട്ട് അവരുടെ അമൽ നാളെ വലിച്ചെറിയുമെന്നോ? ആരാണവര്? അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, സൗബാൻ, നിങ്ങളെപ്പോലെയുള്ള ആളുകളാണവർ, നിങ്ങളെപ്പോലെ തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണവർ, നിങ്ങളെപ്പോലെ ദുഹാ നിസ്കരിക്കുന്നവരാണവർ, നിങ്ങളെപ്പോലെ നോമ്പെടുക്കുന്നവരാണവർ, നിങ്ങളെപ്പോലെ ജമാഅത്ത് നിസ്കരിക്കുന്നവരാണവർ, നിങ്ങളെപ്പോലെ നന്മകൾ ചെയ്യുന്നവരാണവർ. പക്ഷേ എന്തെങ്കിലും ഹറാം ചെയ്യാൻ ഒരു അവസരം കിട്ടിയാൽ ഇതുവരെ ചെയ്ത നന്മകളെ എല്ലാം അവർ പൊളിച്ചു കളയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാ നന്മകളും ചെയ്യുന്നുണ്ട്, പക്ഷേ ഹറാമും കൂടെ ചെയ്യുന്നുണ്ട്. ഹറാമിൽ നിന്നയാൾ മാറി നിൽക്കാൻ തയ്യാറായിട്ടില്ല. ഞാൻ പറയുന്നത്, ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായി ഹറാമിൽ നിന്ന് മുക്തമായി ജീവിക്കാൻ കഴിയുമെന്നൊരു പക്ഷേ പ്രയാസമായിരിക്കാം, പൂർണ്ണമായി തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ പ്രയാസം തന്നെയായിരിക്കാം. എന്നാലും ഹറാമുകളെ ലാഘവത്തോടെ കാണാതെ, ഹറാമുകളെ നിസ്സാരവൽക്കരിച്ച് കാണാതെ, തിന്മകളെ ഒരുപാട് ഏറ്റെടുത്ത് നന്മകളെ പുച്ഛിക്കുന്ന രീതിയിൽ ഒരുപാട് ഹറാമുകൾ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് നന്മകൾ ഒരുപാട് ചെയ്തിട്ട് അല്ലാഹു സ്വീകരിക്കൂല. ഈ ഹറാമ് കാരണം നന്മകളെ കൂമ്പാരമാക്കി പൊടിപടലങ്ങളാക്കി അല്ലാഹു വലിച്ചെറിയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബക്കറ്റ് വരുന്നുണ്ട്. പോക്കറ്റിലൊന്നും ഉണ്ടാവാറില്ല. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു നല്ലൊരു എമൗണ്ട് ഇട്ട് എല്ലാവരും കൊടുക്കണേ. ഒരു മിനിമം ഒരു 100 ഇട്ട് കൊടുക്കും. അല്ലാഹു സ്വീകരിക്കണം. നല്ലൊരു പരിപാടിയല്ലേ? മിനിമം ഒരു 100 ഇട്ട് കൊടുക്കും. അതിന് താഴെ വേണ്ടെന്നല്ല, എന്നാലും ഒരു മാന്യതക്ക് ഒരു മിനിമം 100 നമ്മുടെ പേഴ്സ് എടുത്താൽ എത്രയോ രൂപ കാണാം. 2000 ഉണ്ടാകും, 500 ഉണ്ടാകും, 200 പുതിയ നോട്ട് ഉണ്ടാകും, ഒക്കെ ഉണ്ടാകും. ഒരു മിനിമം 100, കൂടുതൽ എത്ര ആയാലും കുഴപ്പമില്ല. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കൊടുക്കൂലേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള നോട്ട് എടുത്ത് കൊടുക്കണം. പേഴ്സ് എടുത്തിട്ട് തെരഞ്ഞ് ഇഷ്ടമില്ലാത്തൊരു നോട്ട് ഇത് കൊടുത്താൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതാണ്, അത് വേണ്ട, ഇതാ നോട്ട് എനിക്ക് ഇഷ്ടം, അപ്പോൾ ആ നോട്ട് ഇട്ടു കൊടുക്കും. ഏതായാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു നോട്ട് എടുത്ത് കൊടുക്കും. നിങ്ങളെ പേഴ്സിൽ നിങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല, ആകെ കയ്യിൽ 10 രൂപ, കുഴപ്പമില്ല, ഇട്ടോളൂ. പേഴ്സ് കയ്യിലുണ്ടെങ്കിൽ ഇത് ഇഷ്ടമുള്ളൊരു നോട്ട് കൊടുക്കും. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാഹ്. മനസ്സിലൊരു നിയ്യത്ത് ചെയ്തേക്ക്. അല്ലാഹുവേ, ശർറായ ഖളാഇൽ നിന്നെന്നെ കാക്കണേ അല്ലാഹ്. ശർറായ ഖളാഇൽ നിന്നെന്നെ കാക്കണേ അല്ലാഹ്. എന്താണ് ശർറായ ഖളാ? ജീവിതത്തിൽ വലിയ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ, വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. മാരകമായ രോഗങ്ങൾ സംഭവിച്ചേക്കാം. പക്ഷേ സ്വതക്കകൾ കൊണ്ട് അങ്ങനെയുള്ള പരീക്ഷണങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ നമ്മൾക്ക് സാധിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വതക്കകൾ കൊണ്ട്, നമ്മുടെ ദാനധർമ്മങ്ങൾ കൊണ്ട്, നമ്മുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മൾക്ക് പ്രയാസങ്ങൾ വരാതെ തടുത്തു നിർത്താനുള്ള ആയുധങ്ങളാണിതൊക്കെ. وقنا شر ما قضيت. ഖുനൂത്തിൽ വെച്ച് ദുആ ചെയ്യാറുണ്ടല്ലോ, അതിന്റെ അർത്ഥം ആലോചിക്കാറുണ്ടോ? അല്ലാഹുവിന്റെ ഖളാഇനെ, അല്ലാഹുവിന്റെ വിധിയെ തട്ടിമാറ്റാൻ 2 ആയുധങ്ങളാണ് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത്. ഒന്ന് ദുആയാണ്, പ്രാർത്ഥനയാണ്. രണ്ടാമത്തേത് സ്വതക്കയാണ്. ഒന്ന് പ്രാർത്ഥനയാണ്, 2 സ്വതക്കയാണ്. സ്വതക്ക നൽകി പ്രാർത്ഥിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് ശർറായ ഖളാഇൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും. അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. അതുകൊണ്ട് എവിടെ സ്വതക്ക ചെയ്യുമ്പോഴും, ആഭരണങ്ങളും സ്വർണ്ണാഭരണങ്ങളും ലക്ഷങ്ങളും 10,000ങ്ങളും നൽകുമ്പോഴും മനസ്സിലൊരു നിയ്യത്ത് ചെയ്തേക്ക്. അല്ലാഹുവേ, എന്റെ
മരണം വരെ ഒരു അപകടം നീ എനിക്ക് തരല്ലേ അല്ലാ. ശർറായ ഖളായിൽ നിന്ന് നീ കാക്കണേ അല്ലാ. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ, അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. 2 ദിവസം മുമ്പ് ജാതിയേരിയിൽ എന്റെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് ഞാൻ ചെന്നപ്പോ സുഹൃത്ത് വളരെ വിഷമമുള്ളൊരു കാര്യം പറയുകയുണ്ടായി. സുഹൃത്തിന്റെ നാട്ടിലെ ഒരു ചെറുപ്പക്കാരന്റെ ഭാര്യ കിഡ്നി ഫെയിലറായി, കിഡ്നി തോറ്റുപോയി, കിഡ്നി പരാജയപ്പെട്ട് കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വേണ്ടി നാളെ വൈകുന്നേരം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവേണ്ടതാണ്. നാളെ വൈകുന്നേരം തന്റെ ഭാര്യയുടെ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാൻ പ്രവാസിയായ സഹോദരൻ ഭർത്താവ് നാട്ടിൽ വന്നതാണ്. നാളെയാണ് ഭാര്യയെ കൊണ്ടുപോവേണ്ടത്. പക്ഷേ ഒരു രോഗമില്ലാത്ത, ഒരു അസുഖമില്ലാത്ത ആ ഭർത്താവാണ് ഭാര്യയെക്കാളും മുമ്പ് ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയത്. 4 മക്കളുണ്ട്, നല്ല 4 മക്കളുണ്ട്. ഭാര്യയാണ് നാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവേണ്ടത്. പക്ഷേ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഇന്ന് വൈകുന്നേരം ഭർത്താവ് ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയി. നല്ലൊരു ചെറുപ്പക്കാരനാണത്, നല്ല നാട്ടുകാർ ഇഷ്ടപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനാണത്. ഒരസുഖമില്ല, അസുഖമുള്ളതായി അറിഞ്ഞില്ല. പക്ഷേ ഇത് അള്ളാഹുവിന്റെ ഖദാണ്, അള്ളാഹുവിന്റെ തീരുമാനമാണ്. അള്ളാഹുവിന്റെ തീരുമാനത്തെ മറികടക്കാൻ നമ്മൾക്ക് സാധിക്കില്ലല്ലോ. അതുകൊണ്ട് അള്ളാഹുവേ, ശർറായ ഖദായിൽ നിന്ന് എന്നെ നീ കാക്കണേ അല്ലാ. ആക്സിഡന്റ് അള്ളാഹു വിധിച്ചേക്കാ, മക്കള് മരിച്ചു പോകുന്നത് അള്ളാഹു വിധിച്ചേക്കാ. എന്റെ നാട്ടിൽ എന്റെ അയൽവാസിയായ ഒരു കുടുംബത്തിലെ ഒരു വീട്ടിലെ 2 മക്കളാണ് കിണറ്റിൽ വീണ് മരിച്ചു പോയത്. വീട്ടിലെ രാവിലെ നാസ്തയ്ക്ക് വേണ്ടി ഭക്ഷണം പാചകം ചെയ്യുമ്പോ ഉമ്മമാര് തിരക്കിലാണ്. കുട്ടികൾ കളിച്ച് വീടിന്റെ പുറത്തെത്തി. പുറത്ത് ഒരുപാട് മെറ്റലുകൾ കൂട്ടിവെച്ചിരുന്നു. മെറ്റലിന്റെ മുകളിൽ കയറി, മെറ്റലിന്റെ തൊട്ടടുത്തായിരുന്നു കിണറുണ്ടായിരുന്നത്. എങ്ങനെ വീണു, ഏത് സാഹചര്യത്തിൽ വീണു എന്ന് വീട്ടുകാർക്കറിയില്ല. അരമണിക്കൂർ കഴിഞ്ഞിട്ട് മക്കളെ വിളിക്കുമ്പോ കാണാതിരുന്നപ്പോ പല ഭാഗങ്ങളും തെരഞ്ഞു നോക്കി. ആ സമയത്താണ് ചില നാടോടി സ്ത്രീകൾ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സീസണായിരുന്നു അത്. അങ്ങനെ അവിടെയാണ്, ആ ഭാഗത്തേക്കാണ് അവരുടെ ശ്രദ്ധ പോയത്. ഈ കിണറ്റിൽ വീഴുമെന്നവർക്ക് തോന്നിയില്ല. അരമണിക്കൂറോളം പല സ്ഥലങ്ങളും അന്വേഷിച്ചു. പിന്നെയാണ് കിണർ കാണുന്നത്, കിണറിന്റെ അടുത്ത് കളിക്കുന്ന സൈക്കിള് കാണുന്നത്. അവിടെ പോയി നോക്കുമ്പോൾ അല്ലാഹുവേ, 2 പിഞ്ചു പൈതങ്ങൾ, 2 വയസ്സുള്ള 3 വയസ്സുള്ള 2 പിഞ്ചു പൈതങ്ങൾ കിണറ്റിൽ വീണ് കിടക്കുകയാണ്. ഇതുപോലൊരു അപകടം നമ്മൾക്ക് വന്നാൽ നമ്മൾക്ക് സഹിക്കാൻ പറ്റുമോ മുഅ്മിനീങ്ങളെ? മക്കളെ മരിച്ചു പോകുന്നത് ഏതൊരു ഉമ്മയ്ക്കാണ് കാണാൻ സാധിക്കുന്നത്, ഏതൊരു ഉപ്പയ്ക്കാണ് സഹിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എവിടെ സദഖ ചെയ്യുമ്പോഴും, എന്ത് നന്മ ചെയ്യുമ്പോഴും, എന്ത് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും, ആരെ സഹായിക്കുമ്പോഴും ആളുകൾ കാണാൻ വേണ്ടി ചെയ്യണ്ട. പക്ഷേ മനസ്സിൽ തീരുമാനിച്ചേക്ക്, മനസ്സിൽ നിയ്യത്ത് ചെയ്തേക്ക്, അല്ലാഹുവേ, അല്ലാഹുവേ, എന്റെ മരണം വരെ ഒരു അപകടം എനിക്ക് തരല്ലേ അല്ലാ. ശർറായ ഖളായിൽ നിന്ന് എന്നെ കാക്കണേ അല്ലാ. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. പറഞ്ഞു വന്ന കാര്യം, ഇത്തഖിൽ മഹാരിം, ഹറാമായ കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം, ഹറാമ് വരാതെ സൂക്ഷിക്കണം. എന്നാൽ തകുന്ന അബദന്നാസ്, ജനങ്ങളിൽ ഏറ്റവും നല്ല അബദായി മാറാൻ നിനക്ക് കഴിയും, ഏറ്റവും നല്ല അടിമയായി മാറാൻ നിനക്ക് കഴിയും. അല്ലാഹു പറഞ്ഞതെന്താ? നന്മയ്ക്കൊന്നും കുറവില്ല, നിസ്കരിക്കാത്ത പ്രശ്നമൊന്നും ഇപ്പില്ല. ചെറുപ്പക്കാർക്ക് നല്ല നിസ്കാരക്കാരാണ്. പക്ഷേ നിസ്കാരത്തിന്റെ കൂടെ എല്ലാവിധ ഹറാമുകളുണ്ട്. എന്തെങ്കിലും ഹറാമ് ചെയ്തിട്ടായിരിക്കും പള്ളിയിലേക്ക് വരിക. അന്യ സ്ത്രീകളോടൊക്കെ സംസാരിച്ചും മിണ്ടിയും അമൻ്റടിച്ചിട്ടും പള്ളിയിൽ വന്ന് നിസ്കരിക്കും. പിന്നെ പണിയ തന്നെയാണ്. തിരിച്ച് അസറിന് വരും, പിന്നും പണിയ തന്നെയാണ്. നന്മയുണ്ട്, ഹറാം, നന്മയുണ്ട്, കൂടെ ഹറാമുണ്ട്. ഹറാമിൽ നിന്ന് ഒരു മാറ്റമില്ല, ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കുന്നില്ല. നന്മ ഒരുപാട് ചെയ്യുന്നുണ്ട്. ആരെങ്കിലും സഹായിക്കാൻ പറഞ്ഞാൽ ഒരുപാട് സംഭാവനകൾ നൽകും. പക്ഷെ ഹറാം ജീവിതത്തിൽ വളരെ ലാഘവത്തോടെ കാണാം. ഇങ്ങനെയുള്ള ആളുകളുടെ ജീവിതം വളരെ നഷ്ടത്തിലാണ്. യജ്അലുഹല്ലാഹു ഹബാഅൻ മൻസൂറാ, ചീട്ടുകൊട്ടാരം തകർന്ന് തരിപ്പണമാകുന്നത് പോലെ ദുനിയാവിലെ മുഴുവൻ അധ്വാനങ്ങളെയും അല്ലാഹു സ്വീകരിക്കാതെ തള്ളിക്കളയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്.
മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ഒന്നാമതായി പറഞ്ഞത് ഇത്തഖിൽ മഹാരിം, ഹറാം ജീവിതത്തിൽ വരാതെ സൂക്ഷിക്കണം. അബൂ ഹുറൈറ കണ്ണിന് ഹറാമുണ്ട്, ചെവിക്ക് ഹറാമുണ്ട്, കൈകൾക്ക് ഹറാമുണ്ട്, കാലുകൾക്ക് ഹറാമുണ്ട്, എന്തിനേറെ മനസ്സിൽ ചിന്തിക്കുന്നതിൽ വരെ ഹറാമുകളുണ്ട്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. നമ്മുടെ കാഴ്ച ശക്തി, നമ്മുടെ കേൾവി ശക്തി, നമ്മുടെ കണ്ണ്, നമ്മുടെ ചെവി, നമ്മുടെ ഹൃദയം, ഇതെല്ലാം അല്ലാഹു നാളെ വിസ്തരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ജനിച്ചത് മുതൽ പ്രായപൂർത്തി എത്തിയത് മുതൽ മരണം വരെ നമ്മുടെ കണ്ണുകൾ കണ്ടത്, പ്രായപൂർത്തി എത്തിയത് മുതൽ ഒരു 15 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള ചെവി എന്തൊക്കെയാണ് കേട്ടത്, എന്തൊക്കെയാണ് ചിന്തിച്ചത്. ഇന്ന സമഅ, നമ്മുടെ കേൾവി, വൽ ബസറ, നമ്മുടെ കണ്ണ്, വൽ ഫുആദ്, നമ്മുടെ ഹൃദയം, കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ, എല്ലാം അല്ലാഹു തആല നാളെ ചോദ്യം ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുമ്പോ ഹറാമിൽ നിന്ന് വിട്ടു നിന്നാലേ നാളെ പ്രതീക്ഷയോടെ ആഖിറത്തിൽ പോകാൻ പറ്റും. ഹറാം വന്നാൽ, ഹറാം വന്നേക്കാം, വരൂല എന്ന് ഞാൻ പറയുന്നില്ല, വന്നേക്കാം. അങ്ങനെ വരുമ്പോ അല്ലാഹു തൗബ സ്വീകരിക്കുന്നത് തെറ്റു ചെയ്തു ഉടനെ ബോധോദയമുണ്ടായി. ഉടനെ തന്നെ ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന ആളുകളുടെ തൗബയാണ് അല്ലാഹു സ്വീകരിക്കുക. ഒരു ഹറാം വന്നു, ഉടനെ പേടി തോന്നി, അല്ലാഹുവേ ഒരു തെറ്റു വന്നല്ലോ, അല്ലാഹുവേ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തല്ലോ റബ്ബേ, എനിക്ക് നീ പുറത്തു തരണേ അല്ലാ, ഇനി ഞാൻ ആവർത്തിക്കൂല എന്ന് മനസ്സിൽ നിയത്ത് ചെയ്ത് തെറ്റിൽ നിന്ന് മാറി നിന്ന് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹു തിന്മ എഴുതി വെക്കാതെ മായ്ച്ചു കളയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അങ്ങനെയാണ് നബി തങ്ങൾ പറഞ്ഞത്. ഇത്തഖുല്ലാഹ ഹൈസുമാ കുൻത, എവിടെ പോയാലും അല്ലാഹുവിനെ പേടിക്കണം, എവിടെ പോയാലും അല്ലാഹുവിനെ പേടിക്കണം. ഒരു തെറ്റു വന്നാൽ ഉടനെ ഒരു നന്മ ചെയ്യണം. ശ്രദ്ധിക്കണം, ഒരു തെറ്റു വന്നാൽ ഉടനെ ഒരു നന്മ ചെയ്യണം. തെറ്റിന്റെ ഉടനെ ഒരു നന്മ ചെയ്താൽ തംഹുഹാ, നീ ചെയ്ത തെറ്റിനെ എഴുതി വെക്കാതെ രേഖപ്പെടുത്താതെ അല്ലാഹു മായ്ച്ചു കളയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മൾ ആരും മനഃപൂർവ്വം തെറ്റ് ചെയ്യോ? അല്ലാഹുവിനോടുള്ള ധിക്കാരം കൊണ്ട്, അല്ലാഹുവിനോടുള്ള വെല്ലുവിളിയായിട്ട് നമ്മൾ തെറ്റ് ചെയ്യാറില്ലല്ലോ. അനിയന്ത്രിതമായി ശരീരം നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്ന തെറ്റുകൾ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ബോധോദയം ഉണ്ടാവൂലേ. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാൻ, മുത്തഖീങ്ങൾ എന്ന് പറയുന്നത്, തഖ്വയുള്ള ആളുകൾ എന്ന് പറയുന്നത്, അല്ലാഹുവിനെ പേടിക്കുന്നവരെന്ന് പറയുന്നത്, ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാൻ, പൈശാചികമായ ദുർബോധനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഒരാൾ ഹറാമ് ചെയ്യുക. ഹറാമ് കേൾക്കുന്നത്, ഹറാമ് കാണുന്നത്, ഹറാമ് ചിന്തിക്കുന്നത് പൈശാചികമായ പ്രേരണയുണ്ടാകുമ്പോഴാണ്. പക്ഷെ മുത്തഖീങ്ങളെ സംബന്ധിച്ചിടത്തോളം പൈശാചികമായ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരുമ്പോ തദക്കറൂ, അവർ അല്ലാഹുവിനെ ഓർക്കുന്നവരാണ്, അവർ അല്ലാഹുവിനെ പേടിക്കുന്നവരാണ്. അങ്ങനെ ഒരു തെറ്റ് വന്നാൽ ഉടനെ ബോധോദയമുണ്ടായി അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവേ എനിക്ക് മാപ്പ് നൽകണേ എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അല്ലാഹു അതിനെ മായ്ച്ചു കളയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇങ്ങനെ നമ്മൾ ചെയ്ത വല്ല തെറ്റും ബാക്കിയാവോ? തെറ്റ് വരും, മനുഷ്യ സഹജമാണത്. അതങ്ങനെയല്ല പഠിപ്പിച്ചതും അങ്ങനെ തന്നെയാണ്. ഇന്നൻ നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ, നമ്മുടെ ശരീരം തിന്മയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉറങ്ങിക്കിടക്കുകയാണ് നബി തങ്ങളുടെ കൂടെ. ഉറങ്ങുമ്പോ കൈ ഇങ്ങനെ വെക്കും, കാലപ്പുറത്തൊക്കെ വെക്കൂലേ, അങ്ങനൊക്കെ വെക്കൂലേ. ഉറക്കിലെണീറ്റ് ഓടുന്ന ആളുകൾ വരില്ലേ അല്ലേ? നമ്മള് പഠിക്കുന്ന സമയത്ത് കോളേജിലൊക്കെ ഉണ്ടായിരുന്നു, ഉറങ്ങുന്ന സമയത്ത് എണീറ്റിട്ട് ഓടുന്ന ആളുകളൊക്കെ, എണീറ്റിട്ട് നടക്കുക, ഉറക്കിൽ നടക്കുന്ന ആളുകൾ, അതൊക്കെ ഉണ്ടാവും. അപ്പൊ ആയിഷ ബീവി ഇങ്ങനെ കൈയിട്ട് നോക്കിയപ്പോ നബിത്തങ്ങളെ കാണുന്നില്ല, നബിത്തങ്ങളെ കയ്യിൽ കിട്ടിയില്ല. ആയിഷ ബീവി പെട്ടെന്ന് ഞെട്ടി. ഞാൻ അറിയാതെ എൻ്റെ ഹബീബ് മറ്റുള്ള ഭാര്യമാരുടെ അടുത്ത് പോയോ?
ഞാൻ അറിയാതെ എന്നോട് പറയാതെ എനിക്ക് അവകാശപ്പെട്ട രാത്രി പുറത്തു പോയോ? ഒന്ന് കൈയിട്ട് വീണ്ടൊന്ന് തെരഞ്ഞു നോക്കി. അപ്പൊ നബി തങ്ങളുടെ മുടിക്കകത്തേക്ക് കൈ പ്രവേശിച്ചു. നബി തങ്ങൾക്ക് മനസ്സിലായി ആയിഷ ബീവിക്ക് എന്തോ സംശയം വന്നിട്ടുണ്ട്. ആയിഷ ബീവിയോട് അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, ജാഅകി ശൈത്വാനുകി, ആയിഷ നിന്റെ അടുത്തേക്ക് നിന്റെ പിശാച് വന്നുവല്ലോ. ആയിഷ, നിന്റെ പിശാച് നിന്റെ അടുത്ത് വന്നല്ലേ? പിശാച് വന്നിട്ട് നിന്നെ സംശയിപ്പിച്ചു അല്ലേ? എന്നെ കുറിച്ചിട്ട് എന്തോ സംശയിപ്പിച്ചു അല്ലേ? ആയിഷ ബീബി ദേഷ്യപ്പെട്ടു. അമാലക ശൈത്വാൻ, എനിക്ക് മാത്രം, ഇങ്ങക്കുള്ള ശൈത്വാൻ? എനിക്ക് മാത്രമല്ലല്ലോ, ഇങ്ങക്കുള്ള ശൈത്വാൻ? ആയിഷ ബീബി തിരിച്ചു ചോദിച്ചു. നബി തങ്ങൾ പറഞ്ഞു, ആയിഷ എനിക്കൊരു ശൈത്വാനുണ്ട് ആയിഷ, പക്ഷേ എന്റെ പിശാച് എന്റെ ശൈത്വാനെ അല്ലാഹു മുസ്ലിമാക്കിയിട്ടുണ്ട്. വലാകിന്നഹു അസ്ലമ, അയാൾ മുസ്ലിമായി എന്നോട് നന്മ മാത്രമേ കൽപ്പിക്കാറുള്ളൂ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാ മനുഷ്യന്റെ കൂടെ തിന്മയിലേക്ക് നയിക്കാൻ ഒരു പിശാചുണ്ട്. ആ പിശാച് നമ്മെ ഓവർകം ചെയ്യാതെ, നമ്മെ അതിജയിക്കാതെ, നമ്മെ മറികടക്കാതെ തിന്മകളുടെ ചിന്തകൾ കടന്നു വരുമ്പോ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞ ഉടനെ തൗബ ചെയ്യാൻ സാധിച്ചാൽ അല്ലാഹു നമ്മുടെ തിന്മകൾ രേഖപ്പെടുത്താതെ മായ്ച്ചു കളയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. തെറ്റിന്റെ ഉടനെ ഒരു നന്മ എങ്കിൽ നീ ചെയ്ത തെറ്റ് അല്ലാഹു ഡിലീറ്റ് ചെയ്യും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരട്ടെ. നിങ്ങളൊന്നും തെറ്റൊന്നും ചെയ്തിട്ടില്ലേ? ആമീനൊന്നും പറയുന്നില്ലല്ലോ. നിങ്ങൾക്ക് വലിയ സ്വർഗ്ഗക്കാരാ. എന്നാ പിന്നെ നമ്മക്ക് വേണ്ടി ദുആ ചെയ്യ്, അതാ നല്ലത്. ആമീൻ പറഞ്ഞോളെ, നമ്മളെ രക്ഷപ്പെട്ടാലായില്ലേ. അല്ലാഹു നമ്മുടെ പാപങ്ങളും തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു പുറത്തു തരട്ടെ. നല്ല ഊർജ്ജസ്വലരായ എന്താവണം ശ്രോതാക്കളാവ്. ഇൻഷാ അല്ലാഹ് കുറച്ച് സമയമല്ല, കുറേ നമ്മൾ പറയുന്നില്ലല്ലോ. 9:10 ഇനി മാക്സിമം പോയ 1 മണിക്കൂറും തോന്നുന്നുണ്ട്. ഏതായാലും എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയാനുള്ളത്, ഒന്നാമത്തെ കാര്യം, 5 കാര്യമാണ് പഠിപ്പിച്ചത്. ഒന്നാമത്തേത് ഇത്തഖിൽ മഹാരിം, ഹറാമ് വരാതെ സൂക്ഷിക്കുക. ഹറാമ് വരാതെ സൂക്ഷിക്കുക. ഒരുപാട് ഇബാദത്ത് ചെയ്യും, എല്ലാ ഹറാമും ചെയ്യും, അത് വേണ്ട. വേദനും വരും, ഗാനമേളക്കും പോകും, അതിനും വരും, ഫെഡ്ലൈറ്റിനും പോവും, രാത്രി ഉറക്കൊക്കെ ഒഴിച്ചിട്ടാ, അത് വേണ്ട. അതുകൊണ്ട് എന്ത് ചെയ്യണം? നന്മ ചെയ്യ്, ഹറാമിൽ നിന്ന് മാറി നിൽക്കുക. തകുൻ അഅബദൻ നാസ്, ജനങ്ങൾ അടിമകളിൽ ഏറ്റവും നല്ല അടിമയായി മാറാൻ നിനക്ക് സാധിക്കും. ഇത് പഠിക്കുകയും പഠിപ്പിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. 2 വർള ബിമാ ഖസമല്ലാഹു ലക്, നിങ്ങൾക്ക് വലിയ മുതലാളിമാരാവാൻ ആഗ്രഹമുണ്ടോ? അങ്ങനെ കേൾപ്പൊക്കെ അല്ല, വലിയ മുതലാളിമാരാവാൻ ആഗ്രഹമുണ്ടാണെന്ന് കേൾപ്പൊക്കെ. പഠിച്ചോൻ ആരുല്ലേ? എനിക്കൊക്കെ വലിയ ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് ആർക്കും ആഗ്രഹമില്ല? മുതലാളിമാരെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? മുതലാളിമാരല്ല എന്താ കുഴപ്പം? നിങ്ങളെ കൂടുതൽ ഇസ്ലാമിക് സെന്ററിനൊക്കെ സഹായിക്കാൻ നമുക്ക് അങ്ങനെ ചിന്തിച്ചൂടെ? പൈസ ഉണ്ടെങ്കിലല്ലേ കൊടുക്കാൻ പറ്റൂ, പൈസ ഇല്ലെങ്കിൽ കൊടുക്കാൻ പറ്റുമോ? എത്ര ആൾക്ക് പൈസ ഇല്ലാത്ത ആൾക്ക് എത്ര ആഗ്രഹം ഉണ്ടെന്നറിയോ? എനിക്ക് പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊരു 10 പവൻ കൊടുക്കായിരുന്നു. പഠിച്ചവൻ അടുത്ത വർഷത്തേക്ക് പൈസ കൊടുത്തു. അപ്പം ചിന്ത ഉണ്ടാവൂലേ? വർഷമാണ് അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് പൈസ കിട്ടിയ ഇത്രയൊക്കെ വേണോ? ഒരാൾ മീൻ പിടിച്ച കഥ അറിയില്ല, നമ്മുടെ അവിടെ പാലത്തിൻ്റെ അടുത്ത് നിന്നിട്ട് മീൻ പിടിച്ച കഥ. അവിടെ നിന്ന് ഒരു മീൻ പിടിക്കുമ്പോഴേ ഒരു വലിയൊരു മീൻ കിട്ടിയത്രേ. മീൻ കിട്ടുന്നില്ല, കുറേ കാലോട്ട് ചൂണ്ടിട്ട് മീൻ കിട്ടുന്നില്ല. അപ്പോൾ അദ്ദേഹം പള്ളിക്ക് നിറച്ചാക്കി, എന്നാൽ ആക്കോട് ഇസ്ലാമിക് സെന്ററിന് ഞാൻ ഒരു മീൻ കൊടുക്കാം കിട്ടിയാലും പറഞ്ഞു. അപ്പോണ്ട് വലിയൊരു മീൻ കിട്ടി. അങ്ങനെ മീനെടുത്ത് അവിടെ വെച്ചു. പിന്നെ ഇങ്ങനെ വീണ്ടും മീൻ കിട്ടും, വേറെ മീനൊന്നും കിട്ടുന്നില്ല. പടച്ചോൻ ഇതാണെങ്കിൽ നേർച്ചയാക്കി കഴിഞ്ഞു, വേറെ മീൻ കിട്ടും. അല്ലെങ്കിൽ പടച്ചോൻ എന്തിനാ മീന്? അള്ളാഹ്ക്ക് എന്തിനാ മീന്? അള്ളാഹ്ക്ക് മീനൊന്നും വേണ്ടെന്ന് പറയണമെങ്കിൽ ഈ മീൻ ചാടി നേരെ വെള്ളത്തിൽ വേണം. അപ്പം അയാൾ ചോദിച്ചു, ഈ പടച്ചോനോടൊരു തമാശ പറയാനും പറ്റൂലേ? അപ്പം ആ രീതിയിൽ നേർച്ചയാക്കിയിട്ട് പിന്നെ പൈസയൊക്കെ വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, മറന്ന് അത് ചെയ്യാം. പൈസ ഉണ്ടായിക്കോട്ടെ. നിഅമൽ മാൽ ഫി അബ്ദി സാലിഹ്, സാലിഹായ മനുഷ്യന്റെ കയ്യിൽ സമ്പത്ത് ഇഷ്ടം പോലെ കുന്നുകൂടുന്നത് വളരെ നല്ലതാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. അങ്ങനെ ഉള്ളത് കൊണ്ടല്ലേ 10-15 പവന്റെ മാല തരുന്നത്. നമുക്ക് കൊടുക്കാൻ പറ്റുമോ? മനസ്സ് വരുമോ? 15ഓളം പവൻ വലിപ്പമുള്ളൊരു സ്വർണ്ണാഭരണം എൻ്റെ പേര് പറയരുത് എന്ന് പറഞ്ഞിട്ട് കൊടുക്കണമെങ്കിൽ എത്ര ഈമാൻ വേണം മുഅ്മിനീങ്ങളെ. അത് സ്വന്തം നാട്ടിലെ സ്ഥാപനമാണെങ്കിലും ഓക്കെ, എൻ്റെ നാട്ടിലെ പള്ളിക്ക് ഞാൻ അല്ല, ഒരു ബന്ധമില്ല നാടായിട്ട്. ഉസ്താദിനോടുള്ള സ്നേഹം കൊണ്ട് ഇവിടെ നടക്കുന്ന സൽപ്രവർത്തനങ്ങൾ, ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ കണ്ടിട്ടിതാ ഒരു 15 പവൻ
അള്ളാഹു സ്വർഗം നൽകട്ടെ. അള്ളാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. നമ്മുടെ അഷ്റഫ്ക്കൊക്കെ അങ്ങനെ ഒരുപാട് ആത്മാർത്ഥമായി നമ്മുടെ സ്ഥാപനത്തെ സഹായിക്കുന്ന ആൾ. എനിക്കറിയാം മുസ്തഫ എന്ന് പറഞ്ഞ അഷ്റഫ്ക്കൊക്കെ ജീവനാണ്. അപ്പോ എന്നോടൊന്നും പറയാറുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അള്ളാഹു ഇവരൊക്കെ ചെയ്യുന്ന പ്രവർത്തനം സമ്പത്ത് അള്ളാഹു നൽകിയത് കൊണ്ടാണ്. അള്ളാഹു പറഞ്ഞതുപോലെ അള്ളാഹുവേ നിന്റെ ഹബീബ് പറഞ്ഞതുപോലെ സ്വതഖ നൽകി രോഗികളെ ചികിത്സിക്കാനാണ് നിന്റെ ഹബീബ് പറഞ്ഞത്. അല്ലാഹുവേ ഞങ്ങൾ നൽകിയ സ്വതഖകൾ കൊണ്ട്, അല്ലാഹുവേ ഞങ്ങൾ നൽകിയ സ്വതഖകൾ കൊണ്ട് ആ നന്മകൾ മുന്നിൽ നിർത്തി നിന്നോട് ചോദിക്കുകയാണ്, രോഗങ്ങൾ തരാതെ നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഈ സ്ഥാപനത്തെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ മരണം വരെ അസുഖങ്ങളില്ലാതെ, മാരകമായ രോഗങ്ങളില്ലാതെ പൂർണ്ണമായ ആരോഗ്യത്തോടെ ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. നിന്റെ ഹബീബിന്റെ വാക്കാണിത്, വമാ യാതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. ഹബീബ് പറഞ്ഞാൽ അത് നീ പറഞ്ഞതാണല്ലോ റബ്ബേ, നീ പറഞ്ഞതാണ്. രോഗികളായ ആളുകളെ സ്വതക്ക നൽകി ചികിത്സിക്കണം, സ്വതക്ക നൽകിയാൽ നിങ്ങളുടെ രോഗത്തിന് ശിഫയുണ്ട് എന്ന് പറഞ്ഞത് നീയല്ലേ, നിന്റെ ഹബീബല്ലേ. അത് വെച്ച് ഞങ്ങൾ ചോദിക്കുകയാണല്ലോ, ആരൊക്കെയാണോ നമ്മുടെ മദ്രസകളെ, നമ്മുടെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നത്, അവർക്ക് നീ രോഗം നൽകല്ലേ റബ്ബേ. അവർ നൽകിയ സ്വതക്ക കാരണം നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്, ആരോഗ്യം നൽകണേ അല്ലാഹ്, അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, റഅയ്തു റജുലൻ മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിൽപ്പെട്ട ഒരാളെ ഞാൻ കാണാനിടയായി. എന്റെ സമുദായത്തിൽപ്പെട്ട ഞാൻ സ്നേഹിക്കുന്ന ഒരാൾ ഉമ്മത്തിനെ മുഴുവനും അല്ലാഹുവിന്റെ ഹബീബ് സ്നേഹിച്ചിട്ടില്ലേ? എന്റെ സമുദായത്തിലെ ഒരാളെ ഞാൻ കാണാനിടയായി. എവിടെയാണ് ഞാൻ കണ്ടതെന്നറിയോ? നരകത്തിന്റെ വക്കിലാണവൻ, നരകത്തിന്റെ വക്കിലാണവൻ. ഒരു കാറ്റ് വന്നാൽ നരകത്തിലേക്ക് വീഴുമയാൾ. നരകത്തിന്റെ തീ ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. നരകത്തിന്റെ തീജ്വാലകൾ, അതിന്റെ സ്ഫുരണങ്ങൾ, അതിന്റെ സ്പാർക്കുകൾ ശരീരത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. അതിന്റെ ചൂട്, ആ തീനെയും ചൂടിനെയും കൈകൊണ്ട് തട്ടിമാറ്റി, അല്ലാഹുവേ ഞാൻ നരകത്തിലേക്ക് ഇപ്പൊ വീഴുമോ, ഞാൻ നരകത്തിലേക്ക് വീഴുമോ എന്ന് പേടിച്ച് പേടിയോടെ നിൽക്കുമ്പോഴാണ് അവൻ ദുനിയാവിൽ നൽകിയ സംഭാവനകളും സഹായങ്ങളും സ്വതക്കയും ഓടി വന്നിട്ട് ആ നരകത്തിന്റെയും അവന്റെയും ഇടയിൽ ഒരു കർഷനായി, ഒരു മറയായി നിൽക്കുന്നത് ഞാൻ കണ്ടു. എന്നിട്ട് അയാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് ഞാൻ കണ്ടു എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവേ നിന്റെ ഹബീബ് പറഞ്ഞ വിഷയമാണിത്. ഈ വാക്ക് മുന്നിൽ വെച്ച് ഞങ്ങൾ ചോദിക്കുകയാണ്, ഇവിടെ സ്വതക്ക നൽകിയ എല്ലാ ആളുകളെയും ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാത്ത സ്വർഗം നീ നൽകണേ അല്ലാഹ്. വേറൊരു ഹദീസ് കാണാലോ, ഒരു കാരക്കയുടെ കഷ്ണം കൊടുത്തെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് പരിശുദ്ധ ഹബീബ് പറഞ്ഞപ്പോ, ഒരു കാരക്ക കഷ്ണമല്ല, ആയിരക്കണക്കിന് കാരക്കയുടെ തോട്ടങ്ങളെ പോലും മറികടക്കുന്ന സംഭാവനകളാണ് പല ആളുകളും പല ഭാഗങ്ങളിൽ നിന്നും ഇവിടേക്ക് നൽകിയത്. നിന്റെ ഹബീബിന്റെ ഹദീസ് വെച്ച് നിന്റെ വാക്കുകൾ മുൻനിർത്തി ഞങ്ങൾ ചോദിക്കുകയാണല്ലോ, ഞങ്ങൾക്ക് നരകം തൊടാത്ത സ്വർഗം നൽകണേ അല്ലാഹ്. അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. വലിയ വിഷയമാണ്. സ്വതക്ക കൊണ്ട് ഇൻഷാ അല്ലാഹ് രക്ഷപ്പെടാൻ പറ്റും. അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. ഇത്തഖിൽ മഹാരിം, വരാതെ സൂക്ഷിക്കണം. എങ്കിൽ ജീവിതത്തിലെ അടിമകളിൽ ഏറ്റവും നല്ലവനായി മാറും. രണ്ടാമത്തേത്, അല്ലാഹു നിനക്ക് കണക്കാക്കിയതിനെ നീ തൃപ്തിപ്പെടണം. എന്തുമാവാം, അല്ലാഹു ഒരുപാട് മുതൽ തന്നു, അൽഹംദുലില്ലാഹ്. അല്ലാഹു നിനക്ക് മാരകമായ രോഗങ്ങൾ തന്നു, ഇന്നാലില്ലാഹ്, കഴിഞ്ഞു. വലിയ പ്രയാസങ്ങളാവാ, ക്ഷമിക്കണം. വലിയ അനുഗ്രഹങ്ങളാവാ, സ്തുതിക്കണം. ഇത് രണ്ടും നമ്മുടെ ബാധ്യതയാണ്. اللهم لا مانع لما أعطيت ولا معطي لما منعت ولا راد لما قضيت. അല്ലാഹുവേ നീ തന്നതിനെ തടയുന്നവനില്ലല്ലോ റബ്ബേ. അതെന്തായാലും സന്തോഷമായാലും ദുഃഖമായാലും നീ തന്നതിനെ തടയുന്നവനില്ലല്ലോ റബ്ബേ. അല്ലാഹു തന്നതിനെ തടയാൻ ആർക്കെങ്കിലും പറ്റുമോ? ഇല്ല. വലാ മാനിഅ ലിമാ അഅതൈത,
വലാ റാദ്ദ ലിമാ ഖളൈത, നീ വിധിച്ചതിനെ തടുക്കാനോ ചെറുക്കാനോ ഒരാൾക്കും കഴിയില്ല. വലാ മുഅ്തിയ ലിമാ മനഅത, നീ തടഞ്ഞതിനെ നൽകാനും ഒരാൾക്കും കഴിയില്ലല്ലോ റബ്ബേ എന്ന വിശ്വാസം നമ്മളിൽ ഉണ്ടാവണം. അല്ലാഹു നമ്മൾക്ക് കണക്കാക്കിയതിനെ തൃപ്തിപ്പെടാൻ നമ്മൾക്ക് സാധിക്കണം. തൃപ്തിപ്പെടണം നമ്മൾ. ഇത് എന്റെ റബ്ബ് തന്നതാണ്, എനിക്കതിൽ സന്തോഷമാണ്. മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു, ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ശരീരം മുഴുവനും ക്യാൻസർ പോലെയുള്ള അസുഖം പിടിപെട്ടു. കാല് തുടങ്ങി കാലിന്റെ മുട്ടുവരെ എത്തി, ഊരവരെ എത്തുകയാണ്. ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു, കാല് മുറിച്ചു മാറ്റാതെ രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. കാല് മുറിച്ചു മാറ്റിയില്ലെങ്കിൽ ശരീരത്തിന്റെ മുകൾ ഭാഗങ്ങളിലേക്ക്, മറ്റുള്ള അവയവങ്ങളിലേക്ക് നിങ്ങളുടെ രോഗം പടർന്നു പന്തലിച്ച് മരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എന്താ ചെയ്യുക? അപ്പോഴാണ് ഉർവ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എന്താ ചെയ്യുക? ഡോക്ടർമാര് പറഞ്ഞു, നിങ്ങളുടെ കാല് മുറിച്ചു മാറ്റണം. എങ്ങനെയാണ് മുറിച്ചു മാറ്റുന്നത്? ഡോക്ടർമാര് പറഞ്ഞു, കള്ള് കുടിക്കണം, നന്നായി കള്ള് കുടിക്കണം. കള്ള് കുടിച്ച് മദ്യത്തിന്റെ ലഹരിയിലായി അബോധാവസ്ഥയിലായാൽ ആ സമയത്ത് നിങ്ങളുടെ കാല് ഞങ്ങൾ മുറിച്ചു മാറ്റിക്കോളാം. ഉർവ ചോദിച്ചു, ഹറാം ചെയ്തിട്ട് എന്റെ കാല് മുറിക്കുകയാണോ? ഹറാം ചെയ്തിട്ട് ഹറാം കുടിച്ചിട്ട് തന്നെ നിങ്ങൾ ചികിത്സിക്കുകയാണോ? വേണ്ടേ വേണ്ട, ഹറാം കുടിച്ചിട്ടൊരു ചികിത്സ എനിക്ക് വേണ്ട. അടുത്ത ചോദ്യം, മയക്കുമരുന്ന് ഉപയോഗിച്ച് നിങ്ങളുടെ കാലിനെ, നിങ്ങളുടെ ഹൃദയങ്ങളെ ഞാൻ മയക്കിക്കിടത്തട്ടെ, മയക്കുമരുന്ന് ഉപയോഗിച്ച് മയക്കിക്കിടത്തട്ടെ. അപ്പോഴാണ് ഉർവ പറഞ്ഞത്, എന്റെ റബ്ബുമായിട്ടുള്ള ബന്ധം നിങ്ങൾ വിച്ഛേദിക്കുകയാണോ? ഉറങ്ങുന്ന സമയത്തൊക്കെ പക്ഷേ ബോധപൂർവം ഹൃദയത്തെ മയക്കി കിടത്തിയാൽ എന്റെ റബ്ബിനെ ഓർക്കാനും സ്മരിക്കാനും എനിക്ക് കഴിയില്ലല്ലോ. അതുകൊണ്ട് എന്നെ മയക്കി കിടത്തണ്ട. എന്നാ പിന്നെ 4-5 ആളുകൾ ഫലമായി കൈയും കാലും പിടിച്ചു കെട്ടി മുറിക്കട്ടെ, അതൊന്നും വേണ്ട. പിന്നെയോ, ഞാൻ വുളൂ ചെയ്ത് നിസ്കാരത്തിലേക്ക് കിടക്കുകയാണ്. ഫാത്തിഹ ഓതി റുകൂഇലെത്തി സുജൂദിലെത്തിയാൽ നിങ്ങൾ എന്നെ വീക്ഷിക്കണം, നിങ്ങൾ എന്നെ തന്നെ നോക്കി നിൽക്കണം. സുജൂദിലെത്തി നിശ്ചലനായി ഞാൻ നിൽക്കുന്നത് കാണാനിടയായാൽ ഞാൻ എന്റെ പ്രാണനായ എന്റെ രക്ഷിതാവായ അള്ളാഹുമായിട്ടുള്ള മുനാജാത്തിലാണ്, സംസാരത്തിലാണ്. പിന്നെ എനിക്ക് പരിസരബോധം ഉണ്ടാവൂല. അങ്ങനല്ലേ? നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വിഷയത്തിൽ നമ്മൾ മുഴുകിയാൽ പിന്നെ ചുറ്റുഭാഗങ്ങളിലുള്ളതൊന്നും നമ്മൾക്കറിയില്ല. സിനിമ കാണാൻ വീട്ടിലേക്ക് കോളിംഗ് ബെല്ലടിച്ച് അവരറിയില്ല. കളി കാണാൻ നല്ല അതിന്റെ ഇഞ്ചുറി ടൈമിലാണ്, ആര് ജയിക്കും ആര് തോൽക്കും യാ അല്ലാഹ് നോക്കാൻ. ആ സമയത്ത് ഒരാൾ വന്നിട്ട് കോളിംഗ് ബെല്ലടിച്ചു, അറിയേയില്ല. അത് അങ്ങോട്ട് വല്ലാതെ മുഴുകിയത് കൊണ്ടാണ്. അപ്പോ ഉർവചങ്ങൾ സുജൂദിൽ കിടക്കുകയാണ്, നിശ്ചലമായി അനക്കമില്ല. ആ സമയത്ത് കാല് മുറിച്ചോളൂ. ഡോക്ടർ നേരെ നോക്കി, ആ സമയം നോക്കി കാല് മുറിച്ചു. അദ്ദേഹത്തിന് അറിഞ്ഞില്ല, രക്തം വാർന്നു. അദ്ദേഹം ബോധം കെട്ട് നിലത്ത് വീഴുകയാണ്. വീഴുമ്പോ പറഞ്ഞു, ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ നബിയാ. എന്റെ റബ്ബിന്റെ തീരുമാനമാണ്, എനിക്ക് റബ്ബിനെ ഇഷ്ടമാണ്. എന്റെ ദീൻ ഇസ്ലാമാണെന്നതിലും എനിക്ക് ഇഷ്ടമാണ്. എന്റെ നബി മുഹമ്മദ് നബിയാണെന്നതിലും എനിക്ക് ഇഷ്ടമാണ്, തൃപ്തിയാണ്. ഇത് ഇന്ന് 3 തവണ ചൊല്ലിയാളെന്നൊക്കെ പൊക്കെ. ഇന്ന് രാത്രി മഗ്‌രിബിന് ശേഷം 3 തവണ. കുറച്ചാള് 2-3 ആളേ ഉള്ളൂ ഹദ്ദാദൊന്നും ചൊല്ലിയിട്ടില്ലേ. ഇത് ചൊല്ലിയാളുടെ പ്രത്യേകത എന്തെന്നറിയോ? ഇത് ചൊല്ലിയാളുടെ പ്രത്യേകത എന്തെന്നറിയോ? സ്വർഗത്തില് VVIPകളായിട്ട് കയറാം. അങ്ങനെ തടഞ്ഞിട്ടൊന്നും ആരും വെക്കൂല. സ്വർഗത്തിലെ മഹ്ശറയിൽ നാളെ ആഖിറത്തിലെത്തിയ VVIP, വെരി വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺസ്, അത്രയും പ്രത്യേകതയാണ്. എന്താ പറഞ്ഞത്? ഹബീബ് എന്താ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം? ഇത് മഗ്‌രിബിന് ശേഷം 3 തവണ, സുബഹിക്ക് ശേഷം 3 തവണ ഇത് ചൊല്ലിയാൽ ഹഖ്ഖുൻ അലല്ലാഹി അൻ യുർളിയഹു യൗമൽ ഖിയാമah, ഖിയാമത്ത് നാളിൽ അവനെ തൃപ്തിപ്പെടുത്തുക എന്നത് അല്ലാഹുവിന്റെ ബാധ്യതയാണ്. ഖിയാമത്ത് നാളിൽ അവനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് അല്ലാഹുവിന്റെ ബാധ്യതയാണ്. എന്താ അതിന്റെ അർത്ഥം? നിങ്ങൾ മനസ്സിലാക്കിയോ? പറഞ്ഞതിന്റെ ആശയം മനസ്സിലാക്കിയോ? ഖിയാമത്ത് നാളിൽ ഇത് ചെല്ലുന്ന ആളുകളെ തൃപ്തിപ്പെടുത്തൽ അല്ലാഹുവിന്റെ കടമയാണ്. ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്, അല്ലാഹു ഒരു വാക്ക് നൽകിയാൽ ലംഘിക്കുന്നവനല്ല. ആഖിറത്തിലെത്തി നമ്മൾ ഇഷ്ടം എന്താ?
നമ്മളോട് ഇഷ്ടം ചോദിച്ചിട്ട് നമ്മുടെ ഇഷ്ടം മനസ്സിലാക്കിയിട്ട് അള്ളാഹു പ്രവർത്തിക്കുള്ളൂ. ഇത് 3 തവണ ചെല്ലുന്ന ആളാണെങ്കിൽ നമ്മുടെ ഇഷ്ടം നോക്കിയിട്ട് റബ്ബ് പ്രവർത്തിക്കും. നിങ്ങൾക്ക് ഹിസാബിന് പോകാൻ ഇഷ്ടമല്ലേ? വേണ്ട. നിങ്ങൾക്ക് നരകത്തിൽ പോകാൻ ഇഷ്ടമല്ലേ? വേണ്ട. അതല്ലേ ഇതിന്റെ അർത്ഥമല്ലേ? അള്ളാഹുവിനെ അവനെ തൃപ്തിപ്പെടുത്തൽ അള്ളാഹുവിന്റെ കടമയാണ്, അള്ളാഹുവിന്റെ ബാധ്യതയാണ്. ഇത് ചെല്ലുന്നവനെ തൃപ്തിപ്പെടുത്തൽ അള്ളാഹുവിന്റെ ബാധ്യതയാണ്. അപ്പോ നമ്മുടെ തൃപ്തിക്കനുസരിച്ചിട്ടേ അവിടെ അള്ളാഹു പെരുമാറുള്ളൂ എന്നാണ് അതിന്റെ ആശയം. പക്ഷേ ഇതിങ്ങനെ തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറയുന്നത് പോലെ പറയണ്ട. റളീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ നബിയ്യാ. അല്ലാഹുവേ, നിന്നെ എനിക്കിഷ്ടമാണല്ലാഹ്, എന്റെ റബ്ബാണ് നീ എന്നതിൽ എനിക്ക് സംതൃപ്തനാണ് റബ്ബേ. വബിൽ ഇസ്ലാമി ദീനൻ, എന്റെ മതം ഇസ്ലാമാണെന്നതിലും ഞാൻ വളരെ സന്തുഷ്ടനാണല്ലാഹ്. വബിമുഹമ്മദിൻ നബിയ്യാ, എന്റെ ഹബീബിനോട് എനിക്കിഷ്ടമാണ്. എന്റെ പ്രവാചകനായതിൽ അതിനേക്കാളും വലിയ സന്തോഷമാണ്. അതിൽ ഞാൻ ആനന്ദം കൊള്ളുന്നു എന്നർത്ഥമുള്ള ഈ 3 ദിക്ർ സുബഹി നിസ്കാരത്തിന്റെ ശേഷം അർത്ഥം മനസ്സിലാക്കി ഇഖ്ലാസോടെ 3 തവണ, മഗ്രിബിന്റെ ശേഷം 3 തവണ വരാൽ ചൊല്ലിയാൽ ഹഖ്ഖുൻ അലല്ലാഹ്, അല്ലാഹുവിന്റെ ബാധ്യതയാണ്, അല്ലാഹുവിന്റെ കടമയാണ്. അയ്യുർളിയഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവനെ തൃപ്തിപ്പെടുത്തുക എന്നത്. മനസ്സിലായില്ലേ? അതന്നല്ലേ അതിന്റെ അർത്ഥം അല്ലെ? അള്ളാഹു ഖിയാമത്ത് നാളിൽ തൃപ്തിപ്പെടുത്തുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നമ്മൾക്ക് ഇഷ്ടമുള്ളതേ അള്ളാഹു പ്രവർത്തിക്കുന്നല്ലേ? അതങ്ങനെ തന്നെയാണ് ആഖിറത്തിൽ. ഇത് കൃത്യമായിട്ട് ചൊല്ലിക്കോളി, മറക്കണ്ട. എപ്പോഴും സുബഹിക്ക് ശേഷം 3 തവണ, മഗ്രിബിന്റെ ശേഷം 3 തവണ ചൊല്ലുക. നമ്മൾ ഇഷ്ടം പോലെ VVIP-കളായി ആഖിറത്തിലെത്തുക. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ബോധം കെട്ട് വീഴുമ്പോൾ പറഞ്ഞത് റളീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ നബിയ്യാ. ബോധം കെട്ട് നിലത്ത് വീണു. ആ സമയത്താണ് 7 മക്കളിൽപ്പെട്ട ഒരു മകനെ ഒട്ടകം ചവിട്ടിക്കൊല്ലുന്നത്. ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന് 7 മക്കളുണ്ടായിരുന്നു. ഒരു മകനെ 7 മക്കളിൽ ഒരാളെ ഒട്ടകം ചവിട്ടിക്കൊല്ലുന്നത്. ആളുകളൊക്കെ വളരെ വിഷമത്തിലായി. ഈ വിഷമിക്കുന്ന വാർത്ത, മകൻ മരിച്ച വാർത്ത എങ്ങനെ കാല് മുറിച്ച് കിടക്കുന്ന ഇദ്ദേഹത്തോട് പറയും? കാല് മുറിച്ച് ആ ഒരു വിഷമത്തിലുള്ള ഉർവയോട് എങ്ങനെയാണ് മകൻ മരിച്ചു എന്ന ഒരു വാർത്ത കൂടി പറയുക? ആരാ പറയുക? എങ്ങനെയാണ് ഫേസ് ചെയ്യുക? ബോധോദയമുണ്ടായി. ബോധം തെളിഞ്ഞപ്പോ ആളുകൾ പറഞ്ഞു, ഉർവാ, ഞങ്ങൾക്ക് നിങ്ങളോട് പറയുന്നതിൽ വിഷമമുണ്ട്. നിങ്ങളുടെ ദുഃഖത്തിൽ ഞങ്ങളും പങ്കാളികളാണ്, നിങ്ങളുടെ ദുഃഖത്തിൽ ഞങ്ങളും പങ്കാളികളാണ്. പറയുന്നതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്. നിങ്ങളുടെ ഒരു കാലം അല്ലാഹു കൊണ്ടുപോയിരിക്കുകയാണ്. അതേപോലെ 7 മക്കളിൽ ഒരാളെ അല്ലാഹു തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. നമ്മളൊക്കെ ഷോക്കാവൂലേ? മകൻ മരിച്ചുന്നോ? അൽഹംദുലില്ലാഹ്. മകൻ മരിച്ചു എന്ന് പറഞ്ഞപ്പോ അൽഹംദുലില്ലാഹ് അങ്ങനെ പറയാൻ നമുക്ക് പറ്റുമോ? അല്ലാഹു നിനക്ക് വിധിച്ചതിനെ നീ തൃപ്തിപ്പെടണം. അതാ പറഞ്ഞത്, തൃപ്തിപ്പെടണം. ഏതായാലും പഠിച്ചോൻ തന്നല്ലേ, ഇങ്ങനെയൊക്കെ പോവാ, അതല്ല, തൃപ്തിപ്പെടണം. ആ തൃപ്തിപ്പെടുമ്പോഴാണ് അൽഹംദുലില്ലാഹ്. നമ്മൾക്ക് അങ്ങനെ മക്കൾ മരിച്ചാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ പറ്റുമോ? ബിസിനസ് പൊട്ടിയാ കാണാം, മുഖം കണ്ണ് ചോക്കും, മുഖം ചുരുളും, പിന്നെ ഇങ്ങനെ ക്ഷീണിച്ച് പിന്നെ മിണ്ടാട്ടൊന്നുമില്ല, സൗണ്ടൊക്കെ മാറും. അതല്ലേ മക്കള് മരിച്ചു എന്ന് പറയുമ്പോൾ ഉർവത്തങ്ങൾ പറഞ്ഞത് അൽഹംദുലില്ലാഹ്. 7 മക്കളെയാണ് അല്ലാഹു എനിക്ക് തന്നത്. 6 മക്കളെ ബാക്കി വെച്ച് ഒരാളെയല്ലേ കൊണ്ടുപോയത്? 6 ഇനിയുമില്ലേ? 6 മക്കൾ ഇനിയുമില്ലേ? ഒരാളെയല്ലേ അല്ലാഹു കൊണ്ടുപോയത്? ഇന്ന് ഉച്ചയ്ക്ക് ജുമുഅക്ക് പോകുമ്പോൾ എന്റെ ഒരു സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു, എന്റെ പെങ്ങൾ പ്രസവിച്ചിരിക്കുകയാണ്, കുഞ്ഞിന് മൂക്കില്ല, മൂക്കിന്റെ ഭാഗത്ത് 2 ദ്വാരമാണ്. മൂക്കില്ല, പ്രയാസമല്ലേ, പരീക്ഷണമല്ലേ. അല്ലാഹു പടച്ച റബ്ബ് എളുപ്പത്തിലാക്കി കൊടുക്കട്ടെ, പ്രയാസങ്ങൾ അല്ലാഹു മാറ്റി കൊടുക്കട്ടെ, ബുദ്ധിമുട്ടൊന്നുമില്ലാതെ അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. വളരെ വിഷമത്തോടെയാണ് പറയുന്നത്, മൂക്കില്ല, 2 ദ്വാരം. അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ നമുക്ക് കഴിയുമോ? ആ സമയത്ത് അതാ ആലോചിക്കേണ്ടത്. ആ സമയത്ത് അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ കഴിയുമോ? നമ്മൾ ഞെട്ടിത്തെരിക്കൂലേ? മഹാനായ ഉർവത്തങ്ങൾ പറഞ്ഞത് അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും, നിനക്കാണ് സർവസ്തുതിയും. 7 മക്കളെ എനിക്ക് തന്ന് 6 നീ ഇവിടെ ബാക്കി വെച്ചില്ലേ? ഒരാളെയല്ലേ നീ കൊണ്ടുപോയത്?
അൽഹംദുലില്ലാഹ് ആതാനി അർബഅത അത്റാഫ്. 4 അവയവങ്ങൾ എനിക്ക് തന്നു. ഒന്നല്ലേ നീ കൊണ്ടുപോയത്? 2 കാലും 2 കൈയും എനിക്ക് തന്നിട്ട് 1 കാലല്ലേ നീ കൊണ്ടുപോയത്? അൽഹംദുലില്ലാഹ്. ഇവിടെയാണ് മുഅ്മിനീങ്ങളെ അല്ലാഹുവിന്റെ വിധിയിൽ തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാൽ ഇതാണ്. അല്ലാഹു നിനക്ക് വിധിച്ചതിനെ നീ തൃപ്തിപ്പെട്ടാൽ ജനങ്ങളിലെ ഏറ്റവും വലിയ മുതലാളി നീയായി മാറുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അങ്ങനെ ഉർവതങ്ങൾ ഒരുപാട് ദിവസങ്ങളൊക്കെയായി ഖലീഫയുടെ കൊട്ടാരത്തിലെത്തിയപ്പോ ഖലീഫ ഉർവതങ്ങൾ പറഞ്ഞു, ഉർവ, ഈ വയസ്സനെ പരിചയമുണ്ടോ? ഇല്ല. വയസ്സനോട് അദ്ദേഹത്തിന്റെ കഥ ഒന്ന് ചോദിച്ചു നോക്ക്, അദ്ദേഹത്തിന്റെ ബയോഗ്രഫി ഒന്ന് ചോദിച്ചു നോക്ക്. അങ്ങനെ എന്താ പ്രത്യേകത? അദ്ദേഹത്തിന്റെ അടുത്ത് പോയി, നിങ്ങളുടെ ചരിത്രം എന്തൊന്ന് പറഞ്ഞു തരുമോ? ശ്രദ്ധിക്കണം, ജീവിതത്തിൽ ചെറിയൊരു മുട്ടുവേദന വരുമ്പോ യാ അല്ലാ എന്നെ മാത്രം എന്തിനാ ഇങ്ങനെ ചെയ്യുന്നു അങ്ങനെ വിചാരിക്കരുത്. എന്റെ മക്കൾക്ക് മാത്രം എന്റെ കല്യാണം ശരിയാവാത്ത, എന്റെ മക്കൾക്ക് മാത്രം എന്റെ ജോലി ശരിയാവാത്ത, എന്റെ മക്കൾക്ക് ആഫിയത്ത് തന്നില്ലേ, ആരോഗ്യം തന്നില്ലേ, കയ്യും കാലും ഇല്ലാതെ സൃഷ്ടിച്ചിട്ടില്ലല്ലോ. ഉർവത്തങ്ങൾ ചോദിച്ചു, എന്താ നിങ്ങളുടെ അവസ്ഥ ഒന്ന് പറഞ്ഞു തരണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ വലിയ മുതലാളിയാണ്, ഞാൻ വലിയ മുതലാളിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ 2 കണ്ണ് പൊട്ടിയിരിക്കുകയാണ്, അദ്ദേഹത്തിന്റെ മുഖം വികൃതമായിരിക്കുകയാണ്. ഞാൻ വലിയൊരു മുതലാളിയാണ്, എന്റെ കണ്ണ് പൊട്ടിയിരിക്കുകയാണ്, അദ്ദേഹത്തിന്റെ മുഖമാകെ വികൃതമായിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഒരുപാട് മക്കളെ അല്ലാഹു എനിക്ക് തന്നിട്ടുണ്ട്, ഒരുപാട് സമ്പാദ്യങ്ങൾ അല്ലാഹു എനിക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ എന്റെ സന്താനങ്ങളുടെ കൂടെ, എന്റെ സമ്പാദ്യങ്ങളുടെ കൂടെ സുഭിക്ഷമായി സുഖമായി ജീവിക്കുമ്പോഴാണ് പെട്ടെന്നൊരു മലവെള്ളപ്പാച്ചിൽ വരുന്നത്. ശക്തമായ വേഗതയിൽ മലയിൽ നിന്ന് വലിയൊരു പ്രളയമുണ്ടാകുന്നത്. ആ മലവെള്ളപ്പാച്ചിൽ എല്ലാം കൊണ്ടുപോയി. ആ പ്രളയമൊന്ന് നിന്നപ്പോ എന്റെ കൂടെ ബാക്കിയായത് ആകെ എന്റെ ഒരു ചെറിയ മകനും എന്റെ കുഞ്ഞുമോനും എന്റെ ഒരു ഒട്ടകവുമല്ലാതെ എല്ലാം ആ പ്രളയം കൊണ്ടുപോയി. ആരുമില്ല, നാട്ടുകാരെല്ലാം പോയി, കുടുംബക്കാരെല്ലാം പോയി, സമ്പാദ്യങ്ങളും മൃഗങ്ങളുമെല്ലാം പോയി. അവസാനം ഞാൻ നോക്കുമ്പോ ഞാനും എന്റെ കൊച്ചു കുഞ്ഞും ഒരു ഒട്ടകവുമല്ലാതെ വേറെ ഒന്നും എന്റെ കൂടെ ബാക്കിയില്ല. അങ്ങനെ ഞാൻ കുഞ്ഞിനെ എന്റെ മാറോട് ചേർത്ത് കുഞ്ഞിനെ പിടിച്ചു നിൽക്കുമ്പോഴാണ് എന്റെ ഒട്ടകം എന്നിൽ നിന്ന് ഓടി അകലുന്നത്. ആകെ എനിക്കുള്ള ഒരു ഒട്ടകമാണ്, അത് ഓടി അകന്നാൽ പിന്നെ ഞാൻ എങ്ങനെയാണ് യാത്ര ചെയ്യുന്നത്? ഒട്ടകം ഓടിയകന്നു, ഒട്ടകത്തിന്റെ പിന്നാലെ ഞാൻ ഓടി. കുഞ്ഞ് കയ്യിലുണ്ടല്ലോ, കുഞ്ഞിനെ പിടിച്ചോടാൻ വയ്യ, കുഞ്ഞിനെ താഴെ വെച്ചു, ഒട്ടകത്തിന്റെ പിന്നാലെ ഓടാൻ തുടങ്ങി. പെട്ടെന്നാണ് പിൻഭാഗത്ത് നിന്നൊരു കരച്ചിൽ. തിരിഞ്ഞു നോക്കുമ്പോൾ ചരിക്കാകെ അല്ലാഹു ബാക്കി വെച്ച ഒരു കുഞ്ഞ് ചെന്നായയുടെ വായിലാണ്. ചെന്നായ കടിച്ചു പിടിച്ചു ഓടുകയാണ്. ഒട്ടകം പോയാലും കുഴപ്പമില്ല, എനിക്കെന്റെ മകനല്ലേ വേണ്ടത് എന്ന് പറഞ്ഞിട്ട് കുഞ്ഞുമോന്റെ പിന്നാലെ ചെന്നായയുടെ പിന്നാലെ പോയി. പക്ഷേ കുഞ്ഞിനെ പിടിക്കാനോ ചെന്നായെ പിടിക്കാനോ കഴിഞ്ഞില്ല, ഓടി മറഞ്ഞു. വളരെ വേദനയോടെ കുഞ്ഞിനെ ഇഷ്ടപ്പെട്ടല്ലോ, ഇനി ഒട്ടകം കിട്ടുമോ എന്ന പ്രതീക്ഷയോടെ ഒട്ടകത്തെ തേടി ഒട്ടകത്തിന്റെ പിന്നാലെ പോയി. ഒട്ടകത്തെ കിട്ടാൻ ഒട്ടകം ഇതാ അടുത്തിരിക്കുകയാണ്. ഒട്ടകത്തെ പിടിക്കാൻ നിൽക്കുമ്പോഴാണ് അതിന്റെ പിൻകാല് കൊണ്ടത് ചവിട്ടുന്നത്. എന്റെ കണ്ണ് 2 പൊട്ടി, എന്റെ മുഖമാകെ വികൃതമായി. വലിയ മുതലാളി മഴവെള്ളപ്പാച്ചിലൂടെ എല്ലാ മക്കളും എല്ലാ സമ്പാദ്യങ്ങളും ഒരു കുഞ്ഞുമോനും ഒരു ഒട്ടകവുമല്ലാതെ. പിന്നെ കുഞ്ഞുമോനെ ചെന്നായ കൊണ്ടുപോയി. ഒട്ടകം ഓടിപ്പോയാലും കുഴപ്പമില്ല, പക്ഷേ ആ ഒട്ടകം അദ്ദേഹത്തിന്റെ 2 കണ്ണിനെയും പൊട്ടിച്ചു കളഞ്ഞു. അപ്പോഴാണ് ഉർവത്തങ്ങൾ ചോദിച്ചത്, അല്ലയോ ശൈഖേ, നിങ്ങൾ എന്താണ് ആ സമയത്ത് പറഞ്ഞത്? ആ സമയത്ത് നിങ്ങളുടെ ഫീലിംഗ് എന്തായിരുന്നു? ആ സമയത്ത് നിങ്ങൾ എന്താണ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, അല്ലാഹുമ്മ ലക്കൽ ഹംദ്, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. ഉർവത്തങ്ങൾ 6 മക്കളിൽ നിന്നൊന്നേ കൊണ്ടുപോയിട്ടുള്ളൂ. ഉർവത്തങ്ങൾക്ക് 4 അവയവങ്ങളിൽ നിന്നൊന്നേ കൊണ്ടുപോയിട്ടുള്ളൂ. പക്ഷേ ഈ വയസ്സിന് എല്ലാ മക്കളും എല്ലാ സമ്പാദ്യങ്ങളും 2 കണ്ണും എല്ലാം അല്ലാഹു കൊണ്ടുപോയി. എന്നിട്ടും അദ്ദേഹം പറഞ്ഞത്, അല്ലാഹുമ്മ ലക്കൽ ഹംദു, അല്ലാഹുവേ സർവസ്തുതിയും നിനക്കാണല്ലോ. എനിക്ക് നിന്നെ ഓർക്കാനുള്ള ഒരു ഹൃദയവും നിനക്ക് ദിക്ർ ചൊല്ലാനുള്ള ഒരു നാവും നീ തന്നില്ലയോ? ഇതാണ്
അല്ലാഹു നിനക്ക് വിധിച്ചതിനെ തൃപ്തിപ്പെടണം എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ്. കുറെ സമയമൊന്നുമില്ല, ഇനി കുറച്ച് സമയമുള്ളൂ ഇൻഷാ അല്ലാഹ്. നമ്മുടെ വിഷയം ഇങ്ങനെ പോകുന്നത് തിരിച്ച വിഷയത്തിലേക്ക് തന്നെ വരാൻ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു അമൽ ആ ഹദീസിൽ നിന്ന് ഇങ്ങനെ പോയി അവിടെ തന്നെ വരാൻ ഈ 5 കാര്യം കൂടി പൂർത്തിയായാൽ. ഇപ്പം രണ്ടാമത്തെ കാര്യം, സ്വർണങ്ങൾ എണ്ണിക്കൊടുത്തൊരു ഷോപ്പിൽ നിന്നും വാങ്ങാൻ കിട്ടാത്ത അമൂല്യമായ സ്വത്താണ്. നിന്റെ വീട്ടിൽ സമാധാനമുണ്ടെങ്കിൽ നീയാണ് ആ നാട്ടിൽ ഏറ്റവും വലിയ മുതലാളി. സമാധാനം ഉണ്ടാവണമെങ്കിൽ, മുതലാളിയാവണമെങ്കിൽ നിനക്ക് എന്ത് വന്നാലും അനുഗ്രഹമാണെങ്കിലും പരീക്ഷണമാണെങ്കിലും ഇതെന്റെ റബ്ബിന്റെ തീരുമാനമാണ് എന്ന് പറഞ്ഞ് നീ അംഗീകരിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. 2 കാര്യമായി. അവസാന ഒരു ചോദ്യം ഉണ്ടാവും. മൂന്നാമത്തേത് വഹ്സിൻ ഇലാ ജാരിക, നിന്റെ അയൽവാസിയോട് നീ നന്മ ചെയ്താൽ, നിന്റെ അയൽവാസിയോട് നന്മ ചെയ്താലേ നീ ഒരു സത്യവിശ്വാസിയാവുകയുള്ളൂ. തകുൻ മുഅ്മിന, യഥാർത്ഥ വിശ്വാസിയായി പരിപൂർണമായ വിശ്വാസിയായി മാറാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ ചെയ്യേണ്ടത് വഹ്സിൻ ഇലാ ജാരിക, നിന്റെ അയൽവാസികളോട് വളരെ മാന്യമായി പെരുമാറണം. നിന്റെ ചുറ്റുഭാഗങ്ങളിലുള്ള അയൽവാസിയാണ്, മുസ്ലിമായേക്കാം അമുസ്ലിമീങ്ങളായേക്കാം ഇതര മതസ്ഥരായേക്കാം ആരുമാവട്ടെ. നിന്റെ ശത്രുവാവാം, നിന്റെ കുടുംബക്കാരാവാം, നിന്റെ ചങ്ങാതിയാവാം. നിന്റെ അയൽവാസി ആരാണെന്ന് വരെ നീ നോക്കേണ്ടതില്ല. നിന്റെ അയൽവാസി ആരാണെന്ന് വരെ നീ നോക്കേണ്ടതില്ല. നിന്റെ അയൽവാസികളോട് ചോദിച്ചു വേണം നീ മുഅ്മിനാണോ അല്ലേ എന്ന് തീരുമാനിക്കാൻ. ഞാൻ മുഅ്മിനാണോ അതറിയാൻ നമ്മുടെ അയൽവാസികളെടുത്ത് പോയിട്ടൊരു സർവേ. എങ്ങനെയുണ്ട് അയാൾ, ഇന്ന മുഹമ്മദ് എങ്ങനെ, മാഷാ അല്ലാഹ് നല്ല സ്വഭാവമാണ്. അടുത്ത വീട്ടിൽ മാഷാ അല്ലാഹ്, അടുത്ത വീട്ടിൽ ചുറ്റുഭാഗങ്ങളിലുള്ളവർക്കൊക്കെ നിങ്ങളെ കുറിച്ച് പറയാൻ 100 നാവാണ്. അൽഹംദുലില്ലാഹ്, നീ യഥാർത്ഥ മുഅ്മിനായി മാറി. അല്ലാഹ് അയാളാ ചോദിക്കാതിരിക്കുന്നത് നല്ലതാ. ഞാൻ ഇവിടുന്ന് സ്ഥലം വിട്ട് എവിടേക്കെങ്കിലും പോവാൻ നിൽക്കാൻ വല്ലാത്തൊരു കച്ചറ. നിങ്ങളുടെ നാട്ടിൽ കച്ചറ എന്ന് പറയോ ഭാഷയിൽ പറഞ്ഞാണ്, പറയൂലേ? ഒരു കച്ചറ, വല്ലാത്തൊരു ചൊറയാണയാള്. പെട്ടുപോയി ഇവിടെ വീടെടുത്തിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞാൽ പൊന്നു മുഅ്മിനീങ്ങളെ, നമ്മുടെ തഹജ്ജുദ് നിർത്തി സുബഹി നിസ്കാരമൊക്കെ നിസ്കരിച്ച് വീട്ടിൽ നിസ്കരിച്ച് സ്വഭാവം നന്നാക്കാൻ ആദ്യം ശ്രമിക്കുക. അയൽവാസികളോട് മാന്യമായി പെരുമാറാൻ ശ്രമിക്കുക. എന്നിട്ട് മതി നമ്മുടെ തഹജ്ജുദും മറ്റുള്ള കാര്യങ്ങളൊക്കെ. വഹ്സിൻ ഇലാ ജാരിക്, നിന്റെ അയൽവാസികളോട് വളരെ മാന്യതയോടെ പെരുമാറണം. നീ ഒരു കറി പാചകം ചെയ്താൽ നീ ഒരു നെയ്സ്പത്തിരി ചുടുകയാണ്. നെയ്സ്പത്തിരി നിങ്ങളുടെ ഫേവറേറ്റ് അല്ലേ, ദേശീയ ഫുഡല്ലേ? നമ്മുടെ അഷ്റഫ് ഖാന്റെ നാട്ടില് ടയർ പത്തിരി, ഇന്നോവാന്റെ വലിപ്പമുള്ള ഒരു ടയർ ഉണ്ട് അവിടെ. ഒന്ന് തിന്നാ ഒരു മാസത്തേക്ക് വേറൊന്നും കഴിക്കണ്ട. നെയ്സ്പത്തിരി ഒന്നല്ല 15 തിന്നാലും വേറെ അറിയില്ല അല്ലേ? ഇവരുടെ നാട്ടിൽ പോയാലും പ്രത്യേകത ഉണ്ട്. ആദ്യം ഈ ടയർ പത്തിരിട്ട് ബ്ലോക്ക് ചെയ്യും. ഇത് ഇട്ടാൽ പിന്നെ വേറൊന്നും എടുക്കാൻ പറ്റില്ല. എല്ലാവിധ വിഭവങ്ങളും ടേബിളിൽ ഉണ്ടാവും. പൊറോട്ട ഉണ്ടാകും, ചപ്പാത്തി ഉണ്ടാകും, ദോശ ഉണ്ടാകും, എല്ലാ ഐറ്റംസ്. എന്താ കാടിന്റെ തല മാത്രമല്ല, കഴുത്തും തലയും കാലൊക്കെ ഉണ്ടാവും. പക്ഷെ ഈ ആദ്യം തന്നെ ഒരു ടയർ പത്തിരിട്ടുണ്ടല്ലോ, അതോടുകൂടി അതെല്ലാം കഴിഞ്ഞു മാസലാമ എണീറ്റ് വരാം. അപ്പൊ അതുപോലെ അവരുടെ നാട്ടിൽ ടയർ പത്തിരി, നമ്മുടെ നാട്ടിൽ നൈസ് പത്തിരി, എൻ്റെ നാട്ടിൽ പത്തല് ദേശീയ ഫുഡ്. അപ്പൊ അങ്ങനെ ഒരു പത്തിരി ചൂടാണെങ്കിൽ ഒരു 5 എണ്ണ കൂടുതൽ ഉണ്ടാക്കി എന്നിട്ട് അയൽവാസിക്ക് കൊടുക്കുക. കറി വെക്കാൻ, കറിയിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ടേസ്റ്റ് കുറഞ്ഞാലും കുഴപ്പമില്ല, 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് കറി ഒഴിച്ച് കറി പാചകം കഴിഞ്ഞ് അതിൽ നിന്നൊരു ഭാഗം അയൽവാസി കൊടുക്കുക. നല്ല പായസം ഉണ്ടാക്കാൻ കുറച്ച് വെള്ളം ഒഴിക്കുക, ടേസ്റ്റ് കുറഞ്ഞോട്ടെ. എന്നിട്ട് അപ്പുറത്തെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുക. അങ്ങനെ നീ നിന്റെ അയൽവാസികളെ തൃപ്തിപ്പെടുത്തിയാലേ നീ യഥാർത്ഥ മുഅ്മിനായി മാറുകയുള്ളൂ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലാക്കണം, വളരെ ഈ 5 വിഷയം വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഒരു യഥാർത്ഥ മുഅ്മിനായി പരിപൂർണ്ണ മുസ്ലിമായി മാറാൻ ഈ 5 കാര്യം ജീവിതത്തിൽ പകർത്തിയേക്കണം. അതാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, നിങ്ങൾ മാത്രം ചെയ്താൽ പോരാ, അത് ജനങ്ങളിലേക്ക് എത്തിക്കണം. നമ്മൾ മാത്രം ചെയ്താൽ പോരാ, കുടുംബക്കാര്, വീട്ടുകാർ, മക്കളോട് പറഞ്ഞു കൊടുക്കണം. അല്ലാഹു നന്നാക്കി തരട്ടെ. വഅഹ്സിൻ ഇലാ ജാരിക തകുൻ മുഅ്മിനാ, നിന്റെ അയൽവാസി ആരാവട്ടെ, നിന്റെ ശത്രു വരെ നിന്റെ അയൽവാസിയിൽ ഉണ്ടാവാ. അങ്ങനെ ഒരു ശത്രുത വേണ്ട. അയൽവാസിയാണെങ്കിൽ ശത്രുത മറന്ന്, പിണക്കം മറന്ന്, നേരത്തെ പറഞ്ഞതുപോലെ യൗമലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സംശുദ്ധമായ മനസ്സുമായി അല്ലാഹുവിന്റെ കോടതിയിലേക്ക് പോകുന്നവർക്കേ നാളെ വിജയിക്കാൻ പറ്റുള്ളൂ. അയൽവാസിക്ക് റോഡ് നൽകൂല. റോഡ് നൽകാത്തത് കാരണം ബ്ലോക്കായി കിടക്കുന്ന എത്ര വഴികളുണ്ട്. ചെറിയൊരു
2 സെന്റ് വേണ്ട, ഒരു 100 മീറ്റർ കൊടുത്താൽ മതി. കൊടുക്കൂല. അത് കാരണം നാട്ടിലെ ജനങ്ങൾ മുഴുവനും പൊറുതിമുട്ടി 5 മിനിറ്റ് സഞ്ചരിക്കേണ്ട സ്ഥലത്തേക്ക് അരമണിക്കൂർ യാത്ര ചെയ്യേണ്ട അവസ്ഥയുള്ള നാടുകളില്ലേ? അയൽവാസിയെ ബുദ്ധിമുട്ടിക്കുക, വഴി കൊടുക്കാതെ വണ്ടി എവിടെ റോഡ് സൈഡ് വെച്ച് നടന്നു പോകേണ്ട ആളുകൾ ഒന്ന് കൊടുത്താൽ എന്താ? ഒരു 100 മീറ്റർ 200 മീറ്റർ കൊടുത്ത് അവരെ വണ്ടി പോയാൽ എന്താ? നിങ്ങൾ എഴുതി കൊടുക്കണ്ട, നീ തൽക്കാലം നിങ്ങൾ വണ്ടി പോയിക്കോളൂ, നിങ്ങൾക്ക് ആവശ്യമുള്ള അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിക്കൂടെ? അതൊന്നുമില്ലാതെ കുറുമ്പും കുശുമ്പും വെറുപ്പും വിദ്വേഷവും പകയും പാരയും. എന്തിനാണ് മുഅ്മിനീങ്ങളെ എങ്ങനെയാ സ്വർഗത്തിൽ എത്തുന്നിട്ട് മുസ്ലിം എന്ന് പറയാ, എന്നിട്ട് മുഅ്മിൻ എന്ന് പറയാ? പേരൊക്കെ മാറ്റിവെക്കാൻ സമയമായി. ആ ഒരു സ്വഭാവത്തിലേക്ക് തിരിച്ചു വരണം. യഥാർത്ഥ മുഅ്മിനായി മാറാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിന്റെ അയൽവാസിയോട് നന്മ ചെയ്യണം, വളരെ മാന്യമായി പെരുമാറണം. അപ്പൊ അതുകൊണ്ടൊന്ന് രഹസ്യമായിട്ടൊരു സർവേ നടത്തുന്നത് നല്ലതാണ്. അയൽവാസിക്ക് എന്നെ കുറിച്ച് എന്ത് അഭിപ്രായമുണ്ട് എന്ന്. നല്ല അഭിപ്രായമാണെങ്കിൽ അൽഹംദുലില്ലാ, മോശമാണെങ്കിൽ അയാളെ അടിക്കാനും കൊട്ടേഷനാനും പോകണ്ട. ഞാൻ എങ്ങനെ നന്നാവും, എങ്ങനെ നല്ലത് പറയിപ്പിക്കാൻ എന്നെ കൊണ്ട് സാധിക്കും, അതാ ചിന്തിക്കേണ്ടത്. മുസ്ലിം ഉമ്മത്തിന് ബന്ധപ്പെട്ട വലിയൊരു അപാകത പബ്ലിക്കായി പൊതുസമൂഹം ഇത് കാണുന്നുണ്ട് എന്നുള്ള മുഖവിലക്കെടുക്കാതെ സോഷ്യൽ മീഡിയകളിൽ പരസ്പരമുള്ള പോരടിക്കലാണ്. വളരെ വേദന തോന്നാറുണ്ട്. ആരും അറിയാതെ വളരെ സിമ്പിളായി നടക്കേണ്ട പല കാര്യങ്ങളും പിന്നെ സുപ്രീം കോടതിയിലേക്കും ഡൽഹിയിലേക്കും ഹൈക്കോർട്ടിലേക്കും ഒക്കെ എത്തുന്നത് വിവരമില്ലാത്ത, പക്വതയില്ലാത്ത നമ്മുടെ ചില പെരുമാറ്റങ്ങളാണ്. ആരും അറിയാതെ വളരെ രഹസ്യമായി പല സംഭവങ്ങളും നടക്കേണ്ടത്, പാട്ടാണെങ്കിലും ജിമ്മിക്ക് കമ്മലാണെങ്കിലും കല്യാണാണെങ്കിലും എന്താണെങ്കിലും അതൊക്കെ ഹൈക്കോർട്ടിലേക്ക് വരെ എത്തി ജനങ്ങളൊക്കെ ചർച്ച ചെയ്ത് ചാനലുകളിൽ അന്തിച്ചർച്ചകളിലേക്ക് എത്തുന്നത് വിവരദോഷികളായ നമ്മുടെ ചില സൈബർ പോരാളികളാണ്. അവരെ കൊണ്ട് സമുദായത്തിന് ശാപമേ ഉണ്ടായിട്ടുള്ളൂ. മറ്റുള്ള മതസ്ഥരിലൊന്നും ഇതില്ലല്ലോ. ബാക്കിയുള്ളവരൊന്നും ഇവിടെ ജിമ്മിക്ക് കമ്മൽ കളിച്ചിട്ടില്ലേ? ബാക്കിയുള്ളവരൊന്നും ഇവിടെ മറ്റുള്ള മതങ്ങളിലേക്ക്, മുസ്ലിമീങ്ങൾ മറ്റുള്ള മതങ്ങളിലേക്ക് പോയിട്ടില്ലേ ഇങ്ങോട്ട് വരുന്നത് പോലെ? അതുകൊണ്ടൊന്ന് സൂക്ഷിക്കണം. സോഷ്യൽ മീഡിയകളൊക്കെ അത്യാവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. വെറുതെ ഷെയർ ചെയ്ത് അനാവശ്യമായിട്ട് വർഗീയത വലിച്ചുണ്ടാക്കി കേസുകൾ ചോദിച്ചു വാങ്ങി മുസ്ലിം സമുദായത്തെ കരിവാരിത്തേക്കുന്ന രീതിയിൽ എൻ്റെ പൊന്നു ചെറുപ്പക്കാരെ ദയവ് ചെയ്ത് ഇങ്ങനെ ചെയ്യരുത്. എന്തിനാണ് ഈ തർക്കങ്ങൾ? സോഷ്യൽ മീഡിയകൾ പൊതുസമൂഹം കാണുന്ന സ്ഥലങ്ങളിൽ എന്തിനാണ് ഈ വേണ്ടാത്ത ചർച്ചകളൊക്കെ നടത്തുന്നത്? അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ, അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അപ്പോ വഅഹ്സിൻ ഇലാ ജാരിക തകുൻ മുഅ്മിന, ആരെയും വെറുപ്പിക്കാതെ, ആരെയും ഭാരവെക്കാതെ, ആരോടും പകയില്ലാതെ വളരെ മാന്യമായി പെരുമാറിയാൽ നീ ഒരു മുഅ്മിനായി മാറും. 4-ാമത്തേത് വഅഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക, എന്താണോ നീ ആഗ്രഹിക്കുന്നത് അത് നിന്റെ സഹോദരനും വേണമെന്ന് നീ ആഗ്രഹിക്കണം. നിനക്ക് രോഗം വരുമ്പോൾ ടെൻഷൻ ഉണ്ടാകുന്നത് പോലെ നിന്റെ സഹോദരന് അസുഖം വന്നാൽ നീ വേദനിക്കണം. നിന്റെ കച്ചവടം നഷ്ടത്തിലായാൽ നീ വേദനിക്കുന്നത് പോലെ നിന്റെ സഹോദരന്റെ ചങ്ങാതിയുടെ കച്ചവടം തകർന്നാൽ നിന്റെ മനസ്സ് വേദനിക്കണം. നിനക്ക് അല്ലാഹു അനുഗ്രഹങ്ങളും സമ്പാദ്യങ്ങളും നൽകുമ്പോ നിനക്ക് സന്തോഷം ഉണ്ടാകുന്നത് പോലെ നിന്റെ അയൽവാസി ഉഷാറായാൽ, നിന്റെ ചങ്ങാതി വളർന്ന് പന്തലിച്ചാൽ നിനക്ക് സന്തോഷം വേണം. കാരണം നീയും അവനും ഒന്നാണ്. അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, നിന്റെ സഹോദരനാണവൻ. അവന്റെ അവയവം നിന്റെ കൈകൾ പോലെ, നിന്റെ കാലുകൾ പോലെ, നിന്റെ കണ്ണുകൾ പോലെ നീ സ്നേഹിക്കണം അവനെ. നിന്റെ ശരീരത്തിന്റെ ഭാഗമാണിത്. നിന്റെ തലയ്ക്ക് വേദനയെടുക്കുമ്പോൾ കൈയും കാലും വേദനിക്കുന്നത് പോലെ, കണ്ണുറക്കൊഴിക്കുന്നത് പോലെ നിന്റെ സഹോദരൻ ഒരു തലവേദനയുണ്ടായാൽ നീ മുഴുവനും മുറക്കൊഴിക്കണം. കാരണം നിന്റെ ഭാഗം തന്നെയാണത്. നീ ആഗ്രഹിക്കുന്നത് അവനും ഉണ്ടാവണമെന്ന് നീ ആഗ്രഹിക്കണം. നീ നിന്റെ മക്കളൊക്കെ വളരെ 500-300 പവൻ നൽകി കല്യാണം കഴിക്കുമ്പോ, കല്യാണം കഴിക്കാൻ കഴിയാത്തവർക്ക് ഒരു 10, 25, 30 പവൻ കൊടുക്കാൻ നിനക്ക് കഴിയണം. അപ്പോഴാണ് നീ മുസ്ലിം ആവുക. അവിടെയാണ് നമ്മുടെ ഈ ലക്ഷ്യം, ഇവിടെ നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ ലക്ഷ്യം ശ്രദ്ധിക്കപ്പെടുന്നത് അവിടെയാണ്. നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ വളരെ ലാവിഷായി കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ, ഒരു പവൻ പോലും വാങ്ങിക്കാൻ കഴിയാത്ത നിർധനരായ ആളുകൾ ഉണ്ടാകുമ്പോൾ, എനിക്ക് എൻ്റെ മക്കൾക്ക് 100 പവൻ ഇട്ട് കൊടുക്കാൻ ആഗ്രഹമില്ലേ? അതേപോലെ അവർക്കും ആഗ്രഹം ഉണ്ടാവൂലേ? അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എനിക്ക് 100 കഴിയുന്നതിൽ ഒരു 10 ഞാൻ കൊടുക്കട്ടെ, ഒരു 50 ഞാൻ കൊടുക്കട്ടെ, ഒന്നെങ്കിലും ഞാൻ കൊടുക്കട്ടെ. അവിടെയാണ് നമ്മുടെ ഇന്നത്തെ വിഷയത്തിന്റെ പ്രസക്തി, നമ്മുടെ പരിപാടിയുടെ പ്രസക്തിയും അവിടെയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.
വഅഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക, നീ ഇഷ്ടപ്പെടുന്നത് നിന്റെ സഹോദരങ്ങൾക്കും ഉണ്ടാവണമെന്ന് നീ ആഗ്രഹിക്കണം. നിന്റെ മകൾ SSLCയിൽ നല്ല റാങ്ക് വാങ്ങിച്ചാൽ നിനക്കുണ്ടാകുന്ന ഒരു കൺകുളിർമ, നിന്റെ മനസ്സിനുണ്ടാകുന്നൊരു ആനന്ദം. നിന്റെ മകൾ തോറ്റു, നിന്റെ അയൽവാസി വിജയിച്ചു, അപ്പോഴും നിനക്കുണ്ടാവണം. എന്റെ മകൾ തോറ്റാലും എന്റെ അയൽവാസിയുടെ മകൾ വിജയിച്ചില്ലേ. നമ്മളെ വിഷമം എന്തറിയോ? എന്റെ അയൽവാസി, എന്റെ മകൾ വിജയിച്ചു, പക്ഷേ അയൽവാസി തോറ്റില്ലല്ലോ. അതാ നമ്മളെ വിഷമം. അങ്ങനെ സത്യം അങ്ങനല്ലേ? എന്റെ മകൾ വിജയിച്ചു, അയൽവാസിയും വിജയിച്ചു. അപ്പൊ നമ്മളെ വിഷമം എന്താ? എന്റെ മകൾ വിജയിച്ചു, അവള് തോറ്റിരുന്നെങ്കിൽ അത് വേണ്ട, അത് വേണ്ട. ഒരു യഥാർത്ഥ മുസ്ലിമാണെന്ന് നിനക്ക് പറയാൻ, നീ ഒരു നാമമാത്ര മുസ്ലിമായി ഒതുങ്ങാതിരിക്കാൻ, നിന്റെ ശരീരത്തെ നീ ഇഷ്ടപ്പെടണം. നിന്റെ ശരീരത്തിന് എന്തൊക്കെ ആഗ്രഹങ്ങളാണോ ഉള്ളത് അത് മറ്റുള്ളവർക്കും ഉണ്ടാവാൻ നീ ആഗ്രഹിക്കണം. എന്നാലേ നീ മുസ്ലിമാവുള്ളൂ. നീ ഒരുപാട് ചിരിക്കരുത്, ചിരിക്കാൻ വേണ്ടി ജീവിക്കരുത്. ജീവിതം ചിരിയും തമാശയുമാക്കി മാറ്റരുത്. പക്ഷെ ഒരു റിലാക്സിന് വേണ്ടി ചിരിക്കാം, റിലാക്സിന് വേണ്ടി തമാശകൾ പങ്കിടാം. അള്ളാഹുവിന്റെ ഹബീബ് വെറും ഗൗരവക്കാരനല്ല, തമാശകൾ പറയുമായിരുന്നു. തമാശകൾ തന്നെ ചർച്ച ചെയ്യാനുണ്ട്. നബി തങ്ങൾ ഒരുപാട് തമാശകൾ ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ട്. കുട്ടികളെ തമാശ പഠിപ്പിച്ചിട്ടുണ്ട്, കുട്ടികളോട് കൂടെ കളിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് രീതി നബി തങ്ങൾ കുട്ടികളോട് പെരുമാറിയിട്ടുണ്ട്. അപ്പൊ തീരെ തമാശയില്ല, മുഴുവനും ഗൗരവം, അത് വേണ്ട. അങ്ങനെയായാൽ ജീവിതം ബോറടിക്കും. അപ്പൊ ഇടയ്ക്കിടെ പുട്ടിന് തേങ്ങടുന്നത് പോലെ ചെറിയ തമാശകളാവാം. പക്ഷേ മുഴുവനും തമാശ, പുട്ടിന് തേങ്ങടുന്നത് പോലെ ഗൗരവം, അത് പറ്റൂല. കാര്യം കുറച്ച്, തമാശ കൂടുതൽ, ചിരി കൂടുതൽ, മൗനം കുറച്ച്, അത് വേണ്ട. നീ ചിരി വർദ്ധിപ്പിക്കരുത്, ഒരുപാട് ചിരിച്ച് ജീവിക്കരുത്. ഒരുപാട് ചിരിച്ചാൽ നിന്റെ ഹൃദയം ചത്തുപോകും. ചത്തുപോയതിനെ വളർത്താൻ നമ്മൾക്കാവുമോ? ഒരു തെങ്ങ് ചത്താൽ, ഒരു വാഴ ചത്താൽ, വാഴക്കാട് വാഴയായിട്ട് ബന്ധമുണ്ടോ? ബന്ധമില്ല, ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നിറയെ വാഴത്തോട്ടങ്ങളാണ്. ഞാൻ വാഴക്കാട് B.Ed ചെയ്ത ഒരാളാണ് ദാറുലുമില്. അപ്പോൾ നിറയെ വാഴകളാണ്. അപ്പൊ ഞാനങ്ങനെ വിചാരിച്ചു, വാഴക്കാട് ചുറ്റുഭാഗങ്ങളൊക്കെ നിറയെ വാഴകൾ, അതുകൊണ്ടായിരിക്കും. അതൊരു ബന്ധമില്ല നിങ്ങൾ പറയുന്നത്. ആയിക്കോട്ടെ, വിനെന്തെങ്ങനെ ഒരു പേര് വന്നതെന്ന് അറിയുമോ? അറിയില്ല. എന്തായാലും കണ്ണിയത്ത് ഉസ്താദ് ജന്മം കൊള്ളുകയും അന്ത്യവിശ്രമം കൊള്ളുകയും ചെയ്യുന്ന സ്ഥലമാണ്. എൻ്റെ മഹല് ഞാൻ തുരുത്തി, കാസർഗോഡ് ചെറുവത്തൂർ തുരുത്തിയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അവിടെ 3 വർഷം ആദരണീയരായ കണ്ണിയത്ത് ഉസ്താദ് ദർസ് നടത്തിയിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ദറജ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അവരുടെയൊക്കെ കൂടെ സ്വർഗത്തിലെത്താൻ അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഒരുപാട് ചിരിക്കരുത്. ജീവിതം ചിരിക്ക് വേണ്ടി ഒതുക്കരുത്. യബ്ന ആദം, ഓ മനുഷ്യ, ഖലഖതുക ലിൽ ഇബാദ, നിന്നെ ഞാൻ സൃഷ്ടിച്ചത് എന്നെ ആരാധിക്കാനാണ്. ഫലാ തൽഅബ്, അതുകൊണ്ട് കളിച്ചു നടക്കണ്ട, കളിയാവാം. വൈകുന്നേരങ്ങളിലുള്ള കളി ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടില്ല. ആരോഗ്യത്തിന് വേണ്ടി കളിക്കണം. രാവിലെകളിലോ വൈകുന്നേരങ്ങളിലോ ആരോഗ്യത്തിന് വേണ്ടി കളിക്കണ്ട എന്നല്ല. പക്ഷെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കളിക്കുക, അത് പറ്റൂല. അവിടെയാണ് പ്രസക്തി. പിന്നെ കളിക്കുമ്പോ ഔറത്ത് ഒളിവാക്കി കളിക്കുക. അങ്ങനെയുണ്ട് ചെറുപ്പക്കാർ, ഹാഫ് ട്രൗസർ ഇട്ട് കളിക്കാൻ വരും. മുട്ടിന് മുകളിൽ ട്രൗസർ മറയണം, മുട്ടിന്റെ താഴേക്ക് ട്രൗസർ എത്തണം. അങ്ങനെ ഒരു ട്രാക്ക് ഷൂ ഇട്ടിട്ട് കളിച്ചാൽ പോലെ. മുസ്ലിമിങ്ങളല്ലേ, മുസ്ലിം എന്നൊരു പേരില്ലേ, മുസ്ലിമായ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ജനിച്ചവരല്ലേ. ഇതൊക്കെ പറയുമ്പോൾ അരോചകമായിട്ട് തോന്നാണ് ചില ആളുകൾ, ചില പെണ്ണുങ്ങൾക്ക് തോന്നാണ് മൊയ്ലാമാര് പറയുന്ന സ്വർഗാണെങ്കിൽ ആ സ്വർഗങ്ങൾക്ക് വേണ്ടാന്ന്. സുബ്ഹാനല്ലാഹ്. പൊതുനിരത്തിലെ പൊതുസമൂഹം കാണുന്ന സ്ഥലങ്ങളിലൊക്കെ ആഭാസങ്ങൾ കാണിച്ച് അത് എതിർക്കപ്പെടുമ്പോൾ പറയാൻ മൊയ്ലാമാര് പറയുന്ന സ്വർഗാണെങ്കിൽ ആ സ്വർഗം നമുക്ക് വേണ്ട, തുമ്മിയാ തെറിക്കുന്ന മൂക്കാണെങ്കിൽ തെറിക്കട്ടെ. പക്ഷേ ഇത് നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി പറയല്ലോ. ദീൻ പറഞ്ഞത് വഅ്മുറു ബിൽ മഅറൂഫ് കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. തെറ്റ് തടയാനും നന്മ പ്രോത്സാഹിപ്പിക്കാനും പഠിപ്പിച്ച മതം. എന്നാലേ നിങ്ങൾ ഉത്തമ സമുദായത്തിൽ ഉൾപ്പെടുള്ളൂ എന്ന് പഠിപ്പിച്ച മതമല്ലേ. അതുകൊണ്ട് ജീവിതം കളിയും തമാശയുമാക്കി മാറ്റിവെക്കാതെ, യബ്ന ആദം ഖലഖതുക ലിൽ ഇബാദ, നിന്നെ ഞാൻ സൃഷ്ടിച്ചത് എന്നെ ആരാധിക്കാനാണ്. ഫലാ തൽഅബ്, നീ കളിച്ച് ചിരിച്ച് ആകെ കളിയാക്കി മാറ്റരുത്. കളിക്കാം ആരോഗ്യത്തിന് വേണ്ടി.
നമ്മൾക്ക് ഇബാദത്തെടുക്കാൻ വയസ്സുകാലത്തൊക്കെ ഷുഗറും പ്രഷറും കൊളസ്ട്രോളൊക്കെ വന്നിട്ട് യാ അല്ലാഹ് പിന്നെ നടക്കാനും പറ്റുന്നില്ല, ഇബാദത്തെടുക്കാനും പറ്റുന്നില്ല. അതൊക്കെ ഇല്ലാതെ വയസ്സാം കാലത്ത് ആരോഗ്യം ഉണ്ടാവാനും സ്റ്റാമിന ലഭിക്കാനും വേണ്ടി, നല്ല ബോഡി ഫിറ്റ്നസ് ലഭിക്കാൻ വേണ്ടി രാവിലെ വൈകുന്നേരങ്ങളിലോ കളിച്ചൂടെ ആരോഗ്യത്തിന് വേണ്ടി. പക്ഷെ ആ സമയത്തൊക്കെ ഔറത്ത് മറക്കണം, അത് ശ്രദ്ധിക്കണം. മുസ്ലിം ഉമ്മത്ത എന്ന പേരിൽ നമ്മൾ നടക്കുന്നുണ്ടെങ്കിൽ, ആ ഒരു ഐഡന്റിറ്റി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഔറത്ത് മറക്കണം. ഇത് എന്താ എൻ്റെ തുട കണ്ടാൽ, എന്താ എൻ്റെ കാല് കണ്ട, അതിലിപ്പോൾ എന്താ തെറ്റ്? പടച്ചോന്റെ തീരുമാനമാണ്, നമ്മൾക്കതിലൊന്നും പറയാനില്ല. എന്തേ പെൺകുട്ടികൾ റോഡിന്റെ നടുവിൽ നിന്ന് ഡാൻസ് കളിച്ച, അള്ളാന്റെ തീരുമാനം, നമ്മൾക്കൊന്നും പറയാനില്ല. അതുകൊണ്ട് ഒരുപാട് ചിരിക്കരുത്, ചിരിക്കാൻ വേണ്ടി മാത്രം ജീവിക്കരുത്. പക്ഷേ ഫുള്ള് ഗൗരവവും വേണ്ട, ഇടയ്ക്കിടെ തമാശകളാവാം, ഒരു റിലാക്സിന്, ഒരു പിന്നെ ആശ്വാസത്തിന് വേണ്ടി തമാശകളാവാം. ഹൃദയം ചത്തുപോകും. ചത്തുപോയൊരു വാഴയെ നിങ്ങൾ ചത്ത പുതിയൊന്ന് തൊടും, ആ വാഴയെ നിങ്ങൾക്ക് വളർത്താൻ പറ്റും. ഒരു വാഴ ചത്താൽ അതിൽ നിന്ന് പുതിയൊന്നും ഉണ്ടാവില്ലേ? പക്ഷെ അതേ വാഴയെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഉണ്ടാക്കാൻ പറ്റൂല. അപ്പൊ ഹൃദയം ചത്താൽ പിന്നെ അതിനെ വെള്ളം നൽകി ശരിയാക്കാൻ പറ്റൂല. ചത്തുപോയാൽ അതാണ് അവസ്ഥ. ചാവാൻ പോകുന്നത് നമ്മൾക്ക് പിടിച്ചു വെക്കാം. അപ്പൊ ഈ തുമീതുൽ ഖൽബ, ഹൃദയം ചത്തുപോയാൽ അത് കറുത്തു പോകും. പിന്നെ ലാ യഅരിഫു മഅറൂഫൻ വലാ യുൻകിറു മുൻകറ, പിന്നെ അവർക്ക് നന്മ ഏതെന്നറിയൂല, തിന്മ ഏതെന്നറിയില്ല. അപ്പോഴവർ ചോദിക്കുക, എന്താ ട്രൗസർ ഇട്ട് കളിച്ചാൽ, എന്റെ തൊഴിപ്പ് ആൾക്കാർ കണ്ട എന്ത് ബദൽ തെറ്റ്? ഒരു ആണ് പെണ്ണിനെ കണ്ട എന്താ തെറ്റ്? ഒരാൺ അല്ലെങ്കിൽ ഒരു പെണ്ണ് ആണിനെ കണ്ട എന്താ തെറ്റ്? നന്മയേത് തിന്മയേത് എന്ന് തിരിച്ചറിയൂല. ഹൃദയം കറുത്തുപോയാൽ അപ്പോഴാണ് ഹറാമുകൾ ലഘൂകരിക്കപ്പെടുന്നത്, ലാഘവത്തോടെ കാണുന്നത്. അല്ലാഹുകാകട്ടെ, അതുകൊണ്ട് ചിരിക്കാനും തമാശകൾക്കും വേണ്ടി മാത്രം ജീവിതം ഒതുക്കാതെ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുകയും അതിനിടയിൽ ഒരു ആശ്വാസത്തിന് വേണ്ടി തമാശകൾ കുഴപ്പമില്ല. ഒന്നും കൂടി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ പോകുന്നതിന് മുമ്പ് ഒന്നും കൂടി ഞാൻ ആവർത്തിക്കട്ടെ. ഹദീസ് വളരെ ഗൗരവമുള്ള, ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന ഹദീസാണിത്. قال رسول الله صلى الله عليه وسلم, അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, മൻ യഖുദു അന്നി ഹാദിഹിൽ കലിമാത്ത്, ഈ കലിമത്തുകൾ, ഈ പദങ്ങൾ, ഞാൻ പറയാൻ പോകുന്ന ഉപദേശങ്ങൾ ആരാണ് ജീവിതത്തിൽ പകർത്താൻ തയ്യാറാവുന്നത്? ഫയഅമലു ബിഹിന്ന, ജീവിതത്തിൽ പകർത്തുകയും വയുഅല്ലിമു മൻ യഅമലു ബിഹിന്ന, ഇത് ചെയ്യാൻ തൽപരരായ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതും ആരാണ്? അപ്പോഴാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അന യാ റസൂലല്ലാഹ്, ഞാൻ ചെയ്തോളാം, ഞാൻ പഠിച്ചോളാം, ഞാൻ പഠിപ്പിച്ചോളാം. ഫഅഖദ ബിയദി, എന്റെ കൈ പിടിച്ച് എന്റെ മുഖം നോക്കി അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഒന്ന് ഇത്തഖിൽ മഹാരിം, ഹറാമുകൾ ജീവിതത്തിൽ വരാതെ ജീവിച്ചാൽ തകുൻ അബദന്നാസ്, ജനങ്ങളിൽ അല്ലാഹുവിനെ ആരാധിക്കുന്ന അടിമയായി, അല്ലെങ്കിൽ മാന്യമായി ഇബാദത്ത് ചെയ്യുന്ന, നല്ല ലദ്ദത്തോടെ മാധുര്യത്തോടെ ഇബാദത്ത് ചെയ്യുന്ന ആളുകളിൽ ഉൾപ്പെടാൻ നമ്മൾക്ക് സാധിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. രണ്ടാമത്തേതൊരു മുതലാളിയായി സമാധാനമുള്ള ജീവിതം ആഗ്രഹിക്കുന്നവരോട്, അല്ലാഹു നിനക്ക് വിധിച്ചതിനെ നീ തൃപ്തിപ്പെടുക. അതൊരു പക്ഷേ സന്തോഷമാവാ, ഒരു പക്ഷേ പ്രയാസമാവാ, ദുഃഖമാവാ, വിഷമങ്ങളാവാ, സന്തോഷങ്ങളാവാ, ഐശ്വര്യമാവാം, ദാരിദ്ര്യമാവാം, എന്തുമാവാം. അല്ലാഹു തന്നതല്ലേ, അൽഹംദുലില്ലാഹ്. ആലിമീങ്ങൾ, പഴയകാല ഉഖ്റവിയായ സലഫ് സാലിഹീങ്ങൾ എന്തെങ്കിലും പ്രയാസം വരുമ്പോ എന്നെ പടച്ചോൻ ഓർക്കുന്നുണ്ടല്ലോ, മനസ്സിലായില്ല, അള്ളാഹു ഓർക്കുന്നുണ്ടല്ലോ എന്നൊരു ആശ്വാസം. ഒരു രോഗം വരുമ്പോ എന്നെ ഓർത്തത് കൊണ്ടല്ലേ, ഇത്രയൊക്കെ ആളുകൾക്കിടയിൽ എന്നെ പടച്ചോൻ ശ്രദ്ധിച്ചത് കൊണ്ടല്ലേ എനിക്കൊരു അസുഖം തന്നത്, അൽഹംദുലില്ലാഹ്. അല്ലാഹുവിന്റെ തീരുമാനത്തിൽ തൃപ്തിപ്പെട്ടാൽ ജനങ്ങളിൽ ഏറ്റവും സമാധാനമുള്ള ആളായി നീ മാറും, ഐശ്വര്യമുള്ള ആളായി മാറും. യഥാർത്ഥ വിശ്വാസിയാവണമെങ്കിൽ പകയും വിദ്വേഷവും ചൊടിയും വൈരാഗ്യവുമില്ലാത്ത, വെറുപ്പില്ലാത്ത, പിണക്കങ്ങളില്ലാതെ അയൽവാസികളോട് വളരെ മാന്യമായി പെരുമാറി അയൽവാസികളിൽ നിന്ന് നിന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് നിനക്ക് ലഭിക്കണം. എന്നാൽ നീ മുഅ്മിനാണ്, മുസ്ലിമാവണമെങ്കിൽ, യഥാർത്ഥ മുസ്ലിമായി നീ മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നീ ഇഷ്ടപ്പെടുന്നത് ജനങ്ങളിലും ഉണ്ടാവാൻ നീ ആഗ്രഹിക്കണം. നീ ഇഷ്ടപ്പെടാത്തത് ജനങ്ങൾക്കും ഉണ്ടാവാതിരിക്കാൻ നീ ഇഷ്ടപ്പെടണം. നിനക്കിഷ്ടമില്ലാത്തതൊന്നും നിനക്കിഷ്ടമല്ല എങ്കിൽ അത് അയൽവാസിക്കുണ്ടായ, നിന്റെ ചങ്ങാതിക്കുണ്ടായ നിനക്ക് വിഷമം വരണം.
അഞ്ചാമത്തേത് ഒരുപാട് ചിരിക്കരുത്. ഒരുപാട് ചിരിച്ചാൽ അത് നമ്മുടെ ഹൃദയത്തെ മരിപ്പിച്ചു കളയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാനായ സയ്യിദ് അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ പറഞ്ഞു, മാ വസൽതു ഇലല്ലാഹി തആല ബിഖിയാമി ലൈലിൻ, രാത്രി നിസ്കരിച്ചതുകൊണ്ടോ രാവിലെ നോമ്പ് നോറ്റതുകൊണ്ടോ അല്ല ഞാൻ സ്വർഗ്ഗത്തിലെത്തിയത്, ഞാൻ മഹാനായി മാറിയത്, ഈ ഒരു മർത്തബ എനിക്ക് കിട്ടിയത്, ഞാൻ അങ്ങനെ എത്താനുള്ള കാരണം ബിത്തവാലുഇ, എന്റെ വിനയം കൊണ്ടാണ്, എന്റെ സംശുദ്ധമായ മനസ്സ് കാരണത്താലാണ്. വലികുല്ലി വാഹിദിഹിം طريق من طرق يختاره فيكون من ذا واصلا كجلوسه بين الأنام مربيا وككثرة الأوراد كالصوم الصلاة. പല ആളുകൾക്ക് പല രീതിയിലാണ് അല്ലാഹു സ്വർഗം നൽകുന്നത്. ചില ആളുകൾ ത്വരീഖത്തിന്റെ ശൈഖായി ഒരുപാട് ആളുകൾ ഒരുപാട് മുരീദുമാരെ സൃഷ്ടിക്കും, ഒരുപാട് ആളുകൾക്ക് വഅദ് പറഞ്ഞു കൊടുക്കും, ഒരുപാട് ആളുകൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കും. അങ്ങനെയായിരിക്കും ചില ആളുകൾ സ്വർഗത്തിലെത്തുന്നത്. വേറെ ചില ആളുകൾ ദിക്ർ ചൊല്ലി വിറുദ് ചൊല്ലി പള്ളിയിൽ 24 മണിക്കൂർ ഇരുന്ന് തസ്ബീഹ് ചൊല്ലിയിട്ടാണ് അല്ലാഹുവിന്റെ സ്വർഗം വാങ്ങിക്കുന്നത്. ചില ആളുകൾ ജീവിതകാലം മുഴുവനും നോമ്പെടുത്തിട്ടാണ് സ്വർഗം വാങ്ങിക്കുന്നത്. മറ്റു ചിലർ രാത്രി മുഴുവനും നിസ്കരിച്ചിട്ടാണ് സ്വർഗം വാങ്ങിക്കുന്നത്. എന്നാൽ ചില ആളുകൾ വിറക് കൊള്ളി ചുമന്നിട്ട് ജനങ്ങൾക്ക് സേവനം ചെയ്തിട്ട് ജനങ്ങൾക്ക് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തിട്ട്, നമ്മുടെ ഈ സ്ഥാപനം ഇസ്ലാമിക് സെന്റർ, ആക്കോടിലെ ഇസ്ലാമിക് സെന്റർ, എനിക്കറിയാം ഇവിടുത്തെ പ്രവർത്തനങ്ങൾ, നിങ്ങളോട് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എത്രയോ നിർധനരായ കുടുംബങ്ങൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഇനിയും വലിയൊരു ലക്ഷ്യമുണ്ട് നമ്മുടെ ഉസ്താദ് അവർക്കും നാട്ടുകാർക്കൊക്കെ വലിയൊരു ലക്ഷ്യം മനസ്സിലുണ്ട്, പറയാൻ പറ്റാത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ജനങ്ങൾക്കിടയിൽ പറഞ്ഞു ഊതി വീർപ്പിച്ചിട്ടല്ല ഇവിടെ പ്രവർത്തനം നടക്കുന്നതെന്ന് എനിക്കറിയാം. ഇഖ്ലാസോട് തുടങ്ങിയ ഏത് വിഷയമാണെങ്കിലും അത് റബ്ബിന്റെ തിരുനോട്ടം അന്ത്യം വരെ ഉണ്ടാവും. തുടക്കം ഇഖ്ലാസ് ആണെങ്കിൽ. അതുകൊണ്ടാണ് കണ്ണൂരുള്ള ആളുകൾ ഇവിടെ എത്തുന്നത്, അതുകൊണ്ടാണ് ബാംഗ്ലൂരിലുള്ള ഇന്ത്യക്കാരായ ആളുകൾ ഇവിടെ എത്തുന്നത്. മലയാളികളാണെങ്കിലും ഒക്കെ നാട്ടായിരുന്നു, ഇന്ത്യക്കാരായ ആളുകൾ ഇവിടെ എത്തുന്നു. അതുകൊണ്ടാണ് വലിയ വലിയ ബിസിനസ് വ്യവസായികളൊക്കെ ഊണും ഉറക്കും ഒഴിച്ചിട്ട് രാത്രിയും പകലും ഉസ്താദിന്റെ കൂടെ ഓടി നടക്കുന്നത്. ഇഖ്ലാസോടെ തുടങ്ങിയ പ്രവർത്തനങ്ങൾ അല്ലാഹു കൂടെ ഉണ്ടാവും. ഇനി കേൾക്കുന്ന അല്ലാഹു പറഞ്ഞു, മൻ കാന മഅല്ലാഹ്, അല്ലാഹു പറഞ്ഞു വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. ഈ ഒരൊറ്റ ഹദീസ് പോരെ, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. നിങ്ങൾ വിചാരിച്ചോ നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയൊരു സ്ഥാപനം വളർന്നു വരുമെന്ന്? നിങ്ങൾ വിചാരിച്ചോ? നമ്മുടെ നാട് പിന്നെയും കുഴപ്പമില്ല. എൻ്റെ നാട് എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും ചെറിയൊരു നാടാണ്. എൻ്റെ നാട് ലോകാവസാനാണ്. ഉസ്താദ് വന്നിട്ടുണ്ട് അവിടെ, ഉസ്താദ് അവിടെ വന്നിട്ട് പ്രസംഗിച്ചിട്ടുണ്ട്. ഇതാ പറഞ്ഞു, നിങ്ങൾ എപ്പോൾ വിളിച്ചാൽ ഇനിയും വന്നിട്ട് ഞാൻ പ്രസംഗിക്കും. അപ്പൊ എൻ്റെ നാട് അങ്ങനെ ഒരു നാടാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഗ്രാമത്തിൽ ഇത്രയും വലിയ സ്ഥാപനം വളർന്നു വരുമെന്ന് നമ്മൾ ആരെങ്കിലും ചെറുപ്പത്തിലോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? ഇല്ല. അല്ലാഹു ഫീ ഔനിൽ അബ്ദി, അല്ലാഹു നമ്മെ സഹായിച്ചു കൊണ്ടേയിരിക്കും. മാ കാനൽ അബ്ദു ഫീ ഔനി അഖീ, നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്ന കാലത്തോളം അല്ലാഹുവിന്റെ സഹായം നമ്മൾക്കുണ്ടാവും. നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്ന കാലത്തോളം അല്ലാഹുവിന്റെ സഹായം നമ്മൾക്കുണ്ടാവും. അതുകൊണ്ടാണ് വലിയ വലിയ വ്യവസായികളുടെ കച്ചവടത്തിലൊക്കെ വലിയ വർധനവുണ്ടാവുന്നത്. നമ്മൾ വിചാരിക്കണം, അവര് 1 ലക്ഷം നമ്മളെ പോലെയല്ല, നമ്മൾക്ക് കൊടുക്കാൻ മടിയാണ്. പക്ഷെ നിങ്ങൾ വലിയ വലിയ മുതലാളിമാരെ നോക്കിയേ, ഒരു മടിയില്ലാതെ ലക്ഷങ്ങള് കോടികള് പിന്നെ 10,000 സ്വർണങ്ങളൊക്കെ ഒരു മടിയില്ലാതെ കൊടുക്കുന്നില്ലേ? അങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് അല്ലാഹു അവരുടെ കൂടെ നിൽക്കുകയാണ്, അല്ലാഹു അവരെ സഹായിക്കുകയാണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ. വല്ലാഹു ഫീ ഔനിൽ അബ്ദ് മാ കാനൽ അബ്ദു ഫീ ഔനി അഖീ, നമ്മൾ മറ്റൊരാളെ സഹായിക്കുന്ന കാലത്തോളം അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ടാകും. ഇനി ഞാനും എൻ്റെ മക്കൾ എൻ്റെ കുടുംബം മതി എന്ന് പറഞ്ഞ് വിചാരിച്ച യാ അല്ലാഹ് കുറച്ച് കാലൊക്കെ ഇങ്ങനെ നടക്കാം, പൊട്ടെന്ന് അല്ലാഹു പിടികൂടും. അല്ലാഹുവിൻ്റെ സഹായം ഉണ്ടാവില്ല. അല്ലാഹുവിൻ്റെ സഹായം ഇല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ?
അതുകൊണ്ട് ഞാൻ എൻ്റെ ഭാര്യ എൻ്റെ കുടുംബം മാത്രം എന്ന് പറഞ്ഞു വീട്ടിൽ ഒതുങ്ങി നിൽക്കേണ്ട പൊതു പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുക, നാട്ടിലേക്ക് ഇറങ്ങിയിട്ട് പ്രവർത്തിക്കുക, സ്ഥാപനങ്ങൾ ഏറ്റെടുക്കുക, ഓരോരോ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക, ഓരോരോ കാര്യങ്ങൾ എനിക്ക് കഴിയാൻ പറ്റുന്നത് പ്രവർത്തനം കൊണ്ട്, വാക്കുകൊണ്ട്, സമ്പാദ്യങ്ങൾ എന്താ നിങ്ങൾക്ക് സാധിക്കുന്നത് അത് നിങ്ങൾ ചെയ്യും. എല്ലാവർക്കും പൈസ കൊടുക്കാൻ പറ്റൂല, എന്നാൽ എല്ലാവർക്കും തടി കൊണ്ട് സഹായിക്കാൻ പറ്റൂല അല്ലേ? ഇവിടെ കളിക്കാൻ പറഞ്ഞാൽ കളിക്കാൻ പറ്റും, മുതലാളി ഇല്ല ഞങ്ങൾ പൈസ തരാം, എന്നാ പൈസ ഇല്ല ഞാൻ കളിച്ചുതരാം, അങ്ങനല്ലേ കാര്യങ്ങൾ നടക്കുള്ളൂ. ജനങ്ങൾ ചില ആളുകൾ നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും ഖുർആൻ കൊണ്ടും ദിക്ർ കൊണ്ടും വഅദ് കൊണ്ടും സ്വർഗ്ഗത്തിലെത്തിയപ്പോ ചില ആളുകൾ സ്വർഗ്ഗത്തിലെത്തുന്നത് ജനങ്ങൾക്ക് ഖിദ്മത്ത് എടുക്കുന്നതിലൂടെയാണ്. ബിസിനസ് ഒക്കെ ഒഴിവാക്കിയിട്ട് ഇവിടെ വരിക, സഹായിക്കുക, നോക്കുക, ഏറ്റെടുക്കുക, ജോലിയൊക്കെ ഒഴിവാക്കി ഊണും ഉറക്കില്ലാതെ നാട് നീളെ സഞ്ചരിക്കുക അല്ലേ? ഒരു വിശ്രമമില്ല. CH ഉസ്താദിനൊക്കെ ഓർമ്മ വരാറുണ്ട് പലപ്പോഴും. അള്ളാഹു ആഫിയത്തും ആരോഗ്യവും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ, രോഗങ്ങൾക്കൊക്കെ അള്ളാഹു പൂർണ്ണമായ ശിഫ നൽകട്ടെ, രോഗങ്ങളില്ലാതെ അള്ളാഹു ദീർഘായുസ്സ് നൽകി അള്ളാഹു ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ. ഞാനും ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും എളുപ്പത്തിലാക്കി തരട്ടെ. വിറക് കൊണ്ട് ചുമന്നിട്ട് ചില ആളുകൾക്ക് സഹായിക്കാൻ പറ്റും അങ്ങനെ. അപ്പോൾ നമ്മൾ വിചാരിക്കരുത് വെറും ഒരു നിസ്കാരവും പള്ളിയും കൊണ്ട് മാത്രമേ രക്ഷപ്പെടുള്ളൂ. ഓരോ ആളുകൾ ഓരോ സ്റ്റൈലാണ്. ആ ഒരു രീതിയിൽ അള്ളാഹു നാളെ ആഖിറത്തിലേക്ക് സ്വർഗം നൽകും. അപ്പോൾ അള്ളാഹു പറയാൻ നേരത്തെ തുടങ്ങിയ ഹദീസ് ഒന്നും കൂടി പറഞ്ഞ്, തുടക്കത്തിൽ തുടങ്ങിയ ആ ഒരു ഹദീസ് ഒന്നും കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും. അള്ളാഹുവിൻ്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്, അഹബ്ബുന്നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്. അള്ളാഹു ഏറ്റവും സ്നേഹിക്കുന്നത് ജനങ്ങളിൽ ഏറ്റവും ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ആളെയാണ്. അതാരാ? ഒരു ഹദീസ് കാണണം. തബ്റാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിധങ്ങൾ പറയാണ്, ഇന്ന ലില്ലാഹി തആല ഇബാദൻ ഇഖ്തസ്സഹും ബിഹവായിജിൻ നാസ്. അല്ലാഹുവിന്റെ ചില ആളുകളുണ്ട്, അല്ലാഹുവിന്റെ ചില അടിമകൾ, അല്ലാഹുവിന്റെ ചില വ്യക്തികൾ, ചില ആളുകൾ, അവരുടെ പ്രത്യേകത യഫ്സഉൻ നാസു ഇലൈഹിം ഫീ ഹവായിജിഹിം. എന്തെങ്കിലും ആവശ്യമുണ്ടാകുമ്പോ ജനങ്ങൾ ആദ്യം ചിന്തിക്കുന്നത് അയാളെയാണ്. അപ്പൊ നമ്മൾക്കൊരു ആവശ്യമുണ്ട്, ചെറിയൊരു കടത്തിന്റെ ആവശ്യമുണ്ട്, അപ്പൊ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരുന്ന ആളാരാ? സ്ഥാപനത്തിനൊരു ബിൽഡിംഗ് എടുക്കണം, ആരെയാണ് ആദ്യം മനസ്സിലേക്ക്? നമ്മൾക്ക് അങ്ങനെ എല്ലാവർക്കും അങ്ങനെ ചില ആളുകൾ ഓർമ്മ വരൂലേ? എന്തെങ്കിലും പേപ്പർ ശരിയാക്കണം, വീട് കെട്ടാൻ അതിന്റെ പൊസിഷൻ പേപ്പർ വേണ്ടി വരും. അതേപോലെ ബിൽഡിങ്ങിന്റെ പല പെർമിഷൻ പേപ്പറുകളും പല സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ റെഡിയാക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇന്നാളെ ബന്ധപ്പെട്ടാൽ കിട്ടും. കല്യാണം ശരിയാ, ഇന്നാളെ ബന്ധപ്പെട്ടാൽ ശരിയാവും. ജോലി വേണം, ഇന്നാളെ. അങ്ങനെ മനസ്സിലേക്ക് ചില ആളുകൾ ഓടി വരൂലേ? അല്ലേ? നിങ്ങളൊന്നും മനസ്സിലേക്ക് വരുന്നില്ലേ? ഉണ്ട്. കടൻ ആവശ്യമുണ്ട്, എന്നാ ചോദിച്ചാൽ കിട്ടും. അപ്പൊ അങ്ങനെ ചില ആളുകളുണ്ട്, എന്ത് ആവശ്യമുണ്ടായാലും ആളുകൾക്ക് ആദ്യം ഓർമ്മ വരെ അവരെയാണ്. അങ്ങനെയുള്ള ആളുകളുടെ പ്രത്യേകത എന്തെന്നറിയോ? അങ്ങനെയുള്ള ആളുകളായി മാറണം നമ്മൾ. ഓർമ്മിച്ചാൽ മാത്രം പോരാ, മറ്റുള്ളവരെ നമ്മൾ അങ്ങനെ ഓർമ്മിക്കണം. ഇന്നാളെ പിടിച്ച് നമുക്ക് കിട്ടും, അപ്പൊ സഹായിക്കാൻ നമ്മൾ തയ്യാറാവണം. പ്രത്യേകത എന്തെന്നറിയോ? ഉലൈക ഹുമുൽ ആമിനൂന മിൻ അദാബില്ലാഹ്. അവർ അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടവരാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അവരെ അല്ലാഹു ശിക്ഷിക്കൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇന്ന ലില്ലാഹി ഇബാദൻ. അല്ലാഹുവിന് ചില അടിമകളുണ്ട്, യഖ്തസ്സുഹും ബിഹവായിജിൻ നാസ്. ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇറക്കി കൊടുത്തതാണ്. എല്ലാ നാട്ടിലും അങ്ങനെ ആളുകൾ ഉണ്ടാവും. നാട്ടുകാർക്ക് ഹെൽപ്പ് ചെയ്യുന്ന, സാമൂഹിക സേവനം ചെയ്യുന്ന, പൊതുജനങ്ങൾക്ക് വേണ്ടി പൊതുപ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾ. സ്ഥാനത്തിന് വേണ്ടിയിട്ടോ പേരിനോ പ്രശസ്തിക്കോ വേണ്ടിയിട്ടല്ല, ഇഖ്ലാസോടുകൂടി. എല്ലാ നാട്ടിലും അങ്ങനെ ചില ആളുകൾ അല്ലാഹു ഇറക്കിയിട്ടുണ്ട്. ജനങ്ങൾ ആവശ്യം ഉണ്ടാകുമ്പോൾ അവരെ കാണും. അങ്ങനെയുള്ള ആളുകൾ അവരെ അല്ലാഹു ശിക്ഷിക്കൂല, അവർക്ക് അല്ലാഹുവിന്റെ അദാബ് ലഭിക്കൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
വഅഹബ്ബുൽ അമാലി ഇലല്ലാഹ്, അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന അമല് സുറൂറുൻ യുദ്ഖിലുഹു അലാ മുസ്ലിം, ഒരു മുസ്ലിമിനെ സന്തോഷിപ്പിക്കുക എന്നതാണ്. എത്ര വിവാഹം ഇവിടെ നടക്കുന്നുണ്ട് അറിയോ? കല്യാണം നടക്കുന്നില്ല ഇവിടെ? നാളെ മറ്റന്നാൾ നാളെ എത്ര ഒരാള്. ആ ഒരു കുടുംബത്തിനുണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതാണ് നമ്മുടെ അമലുകളിൽ അല്ലാഹു ഇഷ്ടപ്പെട്ട അമൽ. സുറൂറുൻ, ഒരു സന്തോഷം, യുദ്ഖിലുഹു അലാ മുസ്ലിം, മുസ്ലിമായ ഒരു സഹോദരൻ നമ്മുടെ ഈ സഹോദരനെ സന്തോഷിപ്പിച്ചു എങ്കിൽ അതാണ് അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന അമൽ. അല്ലെങ്കിൽ ഔ യക്ഷിഫു അൻഹു കുർബ, എന്തെങ്കിലും ഒരു പ്രയാസം അനുഭവിക്കുന്നവന്റെ പ്രയാസം നീക്കി കൊടുക്കലാണ് അല്ലാഹു ഇഷ്ടപ്പെട്ട അമൽ. രോഗിയാണ്, മരുന്ന് വാങ്ങാൻ കയ്യിൽ കാശില്ല, നിങ്ങളുടെ രോഗത്തിനുള്ള നിങ്ങളുടെ മരുന്നിനുള്ള ചെലവ് ഞാൻ ഏറ്റെടുത്തോളാം, അങ്ങനെ പറഞ്ഞ് ഏറ്റെടുക്കും. ഔ യക്ഷിഫു അൻഹു കുർബ, വീടെടുത്തു, കടം കൊണ്ട് പ്രയാസപ്പെടുകയാണ്, വീട് ജപ്തി ചെയ്യാൻ പോവുകയാണ്, നിങ്ങളുടെ കടങ്ങൾ ഞാൻ എഴുതിത്തള്ളാം, ഞാൻ സഹായിച്ചോളാം. ഔ യക്ഷിഫു അൻഹു കുർബ, മക്കൾക്കൊരു സീറ്റ് വേണം, ഞാൻ നിങ്ങളെ സഹായിക്കാം, വീടെടുക്കണം, ഞാൻ നിങ്ങളെ സഹായിക്കാം, സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകണം, ഞാൻ നിങ്ങളെ സഹായിക്കാം. അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന അമലാണ്. ഔ യഖ്ളി അൻഹു ദൈനാ, കടക്കാരന്റെ കടം കൊടുത്തുവിട്ടാൻ സഹായിക്കുന്നതും അല്ലാഹു ഇഷ്ടപ്പെട്ട അമലാണ്. ഔ തത്റുദു അൻഹു ജൂഅ, ഔ തത്റുദു അൻഹു ജൂഅ, വിശപ്പ്, പട്ടിണിയിലൂടെ ജീവിക്കുന്നവന്റെ പട്ടിണി അകറ്റുന്നതും അല്ലാഹു ഇഷ്ടപ്പെട്ട അമലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇനി നബി തങ്ങൾ പറയുന്ന ഒരു പോയിന്റ് വളരെ വ്യക്തമായി ശ്രദ്ധിക്കണം. വല അൻ അംശി മഅ അഖില്ലി ഫീ ഹാജ, പ്രയാസം അനുഭവിക്കുന്നവന്റെ കൂടെ നടക്കലാണ്, എന്തെങ്കിലും ആവശ്യമുള്ളവന്റെ കൂടെ നടക്കലാണ്, എന്നിട്ടവന്റെ ആവശ്യം ചെയ്തു കൊടുക്കലാണ്. അഹബ്ബു ഇലയ്യ, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് മിൻ അൻ അഅ്തകിഫ ഫീ ഹാദൽ മസ്ജിദി, മദീന പള്ളിയിൽ ഒരു റക്അത്തിന് 1000 പ്രതിഫലമുള്ള അല്ലാഹുവിന്റെ ഹബീബ് അന്ത്യവിശ്രമം കൊള്ളുന്ന, സിദ്ദീഖ് തങ്ങളും ഉമർ തങ്ങളും അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മദീന പള്ളിയിൽ ഒരു വാസക്കാലം ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം, ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം എന്തെങ്കിലും ഒരു ആവശ്യമുള്ള ഒരാളുടെ കൂടെ നടക്കലാണ്, അവന്റെ ആവശ്യം ചെയ്തു കൊടുക്കലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ദീർഘിപ്പിച്ച് നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല, എന്റെ സമയം 10 മണി അതിക്രമിച്ചു കഴിഞ്ഞു. എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കാൻ പോവുകയാണ്. ഇന്നത്തെ വിഷയത്തിന്റെ ആകെ തുക ഒരു രത്ന ചുരുക്കം ചുരുക്കി പറയാനുള്ളത്, ജീവിതത്തിൽ ഹറാമ് വരാതെ വന്നാലുടനെ തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചൊല്ലി നന്മ ചെയ്ത് ജീവിക്കണം. എന്നാലേ നല്ലൊരു അടിമയായി മാറാൻ നമ്മൾക്ക് സാധിക്കുള്ളൂ. അയൽവാസികളോട് മാന്യമായി പെരുമാറിയാലേ മുഅ്മിനാവുള്ളൂ. എല്ലാവരും ആഗ്രഹിക്കുന്നത്, എന്റെ സ്വന്തം ശരീരം ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരിലും ഉണ്ടാവാൻ ആഗ്രഹിച്ചാലേ മുസ്ലിമാവുള്ളൂ. സമാധാനം ജീവിതത്തിൽ, സമാധാനം കുടുംബത്തിൽ, ഐക്യവും സമാധാനവും ഉണ്ടാവാൻ അള്ളാഹുവിന്റെ തീരുമാനത്തെ തൃപ്തിപ്പെടണം. ജീവിതം കളിയും ചിരിയും തമാശയുമാക്കി മാറ്റാതെ അള്ളാഹുവിനെ ആരാധിക്കാൻ സൃഷ്ടിച്ചതാണെന്ന് മനസ്സിലാക്കി ഇടയ്ക്കിടെ ഒരു ആശ്വാസത്തിന് വേണ്ടി തമാശയാക്കി ജീവിതം മാറ്റരുത്. അതോടെ നിസ്കാരവും തസ്ബീഹുമാലയും ജപമാലയും പിടിച്ച് പള്ളിയിൽ പോയി ഇഅ്തികാഫിരിക്കലല്ല, പട്ടിണി പാവങ്ങളായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കലാണ് അല്ലാഹുവിനിഷ്ടം. അങ്ങനെയുള്ള ആളുകൾ അല്ലാഹു നാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. മൻ നഫസ അൻ മുഅ്മിനിൻ കുർബ, ഒരു മുഅ്മിനിന്റെ പ്രയാസം മാറ്റി കൊടുത്താൽ ആഖിറത്തിൽ ഇൻഷാ അല്ലാഹ് ഒരു പ്രയാസവും ഉണ്ടാവില്ല. അതേപോലെ തന്നെ റളീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ എന്ന് സുബ്ഹിക്ക് ശേഷം 3 തവണ, മഗ്രിബിന്റെ ശേഷം 3 തവണ അർത്ഥം മനസ്സിലാക്കി ഇഖ്ലാസോട് കൂടി ഒരാൾ ചൊല്ലിയാൽ എന്താണോ നമ്മൾ ഇഷ്ടപ്പെടുന്നത് അതാണ് അല്ലാഹു നാളെ തരാ. അല്ലാഹുവിന്റെ ബാധ്യതയാണ്, അല്ലാഹുവിന്റെ കടമയാണ് നമ്മെ ഇത് പറയുന്ന ആളെ തൃപ്തിപ്പെടുത്തുക എന്നത്. നമ്മൾ എല്ലാവരും തൃപ്തിപ്പെടണമെങ്കിൽ നരകമില്ലാത്ത സ്വർഗം കിട്ടണം.
വലതു കൈയിൽ കിതാബ് ലഭിക്കണം, മീസാനിൽ നന്മയുടെ തുലാസ് തൂങ്ങണം, സിറാത്ത് പാലം അമിത വേഗത്തിൽ കടക്കാൻ കഴിയണം, അർശിന്റെ തണൽ ലഭിക്കണം. ഇതൊക്കെയാണ് നമ്മുടെ തൃപ്തി. ഈ തൃപ്തി, നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അല്ലാഹു ചെയ്തു തരാൻ ബാധ്യസ്ഥനാണ്. ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. അല്ലാഹുവേ നിന്റെ വാഗ്ദാനം നീ ഞങ്ങൾക്ക് പൂർത്തീകരിച്ചു തരണേ അല്ലാ. അല്ലാഹുവേ നിന്റെ വാഗ്ദാനം നീ ഞങ്ങൾക്ക് പൂർത്തീകരിച്ചു തരണേ അല്ലാ. കാരണം ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ്, നിന്റെ വാഗ്ദാനം നീ ലംഘിക്കില്ലല്ലോ, നീ കരാർ ലംഘിക്കുന്നവനല്ലല്ലോ. ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.